നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒന്ന്, ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ സജീവ സാന്നിധ്യമായി വന്നിട്ടുള്ള അൻസാരി സുഹരി, ആലപ്പുഴക്കാരനാണ്. വളരെ കാവ്യാത്മകമായി ഇസ്ലാമിനെ, അതിൻ്റെ എല്ലാ ദൂഷ്യവശങ്ങളെയും നല്ല കൈയടക്കത്തോടുകൂടി മറച്ചു പിടിച്ചുകൊണ്ട്, വൃത്തികേടുകളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട്, വളരെ മാന്യമായ എന്തോ ഒരു ഹലാക്കാണ് ഈ സാധനം എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി നിരന്തര പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇസ്ലാം വളരെ ഗംഭീരമായ എന്തോ ഒരു ഇതാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾ അത്രയും പുറത്തെടുത്ത് വളരെ നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ആദ്യ കഥാപാത്രം. രണ്ടാമത്തെ ആള് നിങ്ങൾക്കറിയാം, നിലവിളിക്കാനും ആക്രോശിക്കാനും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ കെൽപ്പുള്ള, കേരളത്തിലെ സുന്നത്ത് ജമാഅത്ത് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന AP സുന്നി വിഭാഗത്തിലെ രണ്ടാമൻ എന്ന് സാധാരണഗതിയിൽ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയും ഒക്കെ ഞങ്ങളുടെ ബാല്യകാലത്ത് തീപ്പൊരി പ്രാസംഗികരാണ്. ഇപ്പോൾ പുതിയ കാലത്ത് നൗഷാദ് ബാക്കവിയെ പോലെ അല്ലെങ്കിൽ കബീർ ബാക്കവിയെ പോലെയൊക്കെ ഉള്ള ആളുകൾ കളം നിറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് മതപ്രഭാഷണ വേദികളിലെ അല്ലെങ്കിൽ വയൽ വേദികളിലെ തീപ്പൊരി സാന്നിധ്യങ്ങളായിരുന്നു. അന്ന് തന്നെ നമുക്ക് ഞെട്ടിപ്പോകുമാറ് വലിയ പ്രതിഫലവും അതേപോലെ തന്നെ, അല്ലെങ്കിൽ പ്രതിഫലം എന്നതിന് പറയാൻ പറ്റും, എനിക്കല്ല, ഹദിയയും അതിനൊത്ത ഭക്ഷണവും യാത്രാ സൗകര്യങ്ങളൊക്കെ കൊടുത്താലാണ് പേരോടിനൊക്കെ കിട്ടുക. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിൻ്റെ ഒരു വയൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സംഭവമായിരിക്കും. അപ്പോൾ എത്ര ദൂരെയാണെങ്കിലും പേരോടിൻ്റെ വയലും മുള്ളൂർക്കരുടെ വയലും ഒക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ചെറുപ്പകാലത്ത് ദീർഘദൂരം സൈക്കിൾ ഓടിച്ചും അല്ലാതെയും ഒക്കെ നടന്നൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത്തരം ഓർമ്മകളൊക്കെ ഉണ്ട്. അതേ സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് എനിക്ക് വേറൊരു കൃതജ്ഞത പറയാനുള്ളത്, ഇന്നലെ നമ്മൾ സംസാരിച്ച ഹുസൈൻ സലഫിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും കൂടിയാണ് എനിക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തോട്ടുള്ള വഴി എളുപ്പമാക്കി തന്നത്. അതിൻ്റെ നന്ദി എല്ലാ കാലത്തും എനിക്ക് അബ്ദുറഹ്മാൻ സഖാഫിയോടും പിന്നെ ഹുസൈൻ സലഫിയോടും ഉണ്ടാകും. ഇപ്പോൾ മതത്തിന് പുറത്ത് എത്തി നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ആ അർത്ഥത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഗോഡ് ഫാദർ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്നെ മുർത്തതാക്കിയ രണ്ട് മഹത് വ്യക്തിത്വങ്ങളിൽ ഒരാൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും, തുല്യമായ പദവി നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം നമ്മൾ കൊടുക്കുന്ന ഒരാളാണ് ഹുസൈൻ സലഫി. ഞാൻ പറയുന്നത്, അവർക്ക് രണ്ടുപേർക്കും ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് നല്ല മനുഷ്യരെ മതത്തിന് പുറത്തേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയും. അവർക്ക് അത് സാധിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ കലാപരിപാടിയിലേക്ക് പോകാം. സംഭവം ഇതാണ്. ഒരു ഹിന്ദു പെൺകുട്ടിയുടെ ഒരു അനുഭവം അവർ ഒരു ചാനലിൽ, യൂട്യൂബ് ചാനലിൽ, ഏതാ ചാനലൊന്നും എനിക്കറിയില്ല, ഞാൻ ആ വീഡിയോ കണ്ടിട്ടുള്ളത് അൻസാരി സുഹരിയുടെ വീഡിയോയിൽ നിന്നാണ്. അപ്പം അൻസാരിയുടെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കാന്തപുരത്തിൻ്റെ ഒരു പഴയ വീഡിയോ ഓർമ്മ വന്നു. അപ്പോൾ എന്താണ് സംഭവം? ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വിഷയമാണ് ദഅവ. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, ഹോസ്റ്റൽ മുറികൾ, തൊഴിലിടങ്ങൾ ഒക്കെ മതത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള കെണി ഒരുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ദഅവ സംഘങ്ങളുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ ദഅവ സംഘങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ഈ ദഅവ സംഘങ്ങളുടെ വക്താക്കളാണെന്നോ എല്ലാ മുസ്ലിങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ദഅവത്ത് നടത്തുന്ന ആൾക്കാരാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അതേ സമയത്ത് ദഅവത്ത് തൊഴിലാക്കിയ, ദഅവത്ത് ജിഹാദായിട്ട് പരിഗണിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകിച്ച് സലഫി ആശയത്തിലുള്ള ആളുകൾ ഉണ്ട്. എന്നാൽ കുറച്ചു കാലങ്ങളായിട്ട് വഹാബി ആശയത്തിന്റെ ഈ കുരുട്ട് തൗഹീദ്, കുരുട്ട് ദഅവത്ത് സുന്നികളും ഏറ്റുപിടിച്ചിട്ടുണ്ട്. APകളും EKക്കാരും ഈ ദഅവത്തിന്റെ ഇപ്പോൾ വക്താക്കളാണ്. ദഅവത്ത് അവരും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമാന്യമായിട്ട് ഇത്തരം വിദ്യാലയങ്ങളിലേക്ക്, മിക്സഡ് സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുന്ന കുട്ടികളിൽ പോലും, മിക്സഡ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീ പുരുഷ സങ്കലനം അല്ല ഉദ്ദേശിച്ചത്, എല്ലാ ജാതി മതസ്ഥരും പഠിക്കുന്ന സ്കൂളുകൾ, അത്തരം സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളിൽ ആശങ്ക ഉളവാക്കുമാറ് പല വാർത്തകളും പുറത്തു വരാറുണ്ട്. പല സംഭവങ്ങളിലും ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. നിരവധി രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത്തരം ഈ ദഅവത്തിന്റെ കെണിയിൽ അകപ്പെട്ടു പോയ മക്കളോട് സംസാരിച്ചിട്ടുണ്ട്. പല വ്യക്തികളോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രവർത്തിക്കുന്ന ഒരു രീതി വളരെ അപകടകരമാണ്. അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അത് ഇനിയും പറയും. അതിനുള്ള ഒരു കൗണ്ടർ പ്രോഗ്രാമാണ് നമ്മൾ ദഅവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ വ്യക്തിപരമായിട്ടും അതല്ലാതെയൊക്കെയുള്ള പല തടസ്സങ്ങളും ഉണ്ടാവും. സ്വാഭാവികമാണ്. നമ്മളൊരു ശരിയായ ഉദ്ദേശത്തിൽ, ശരിയായ രീതിയിൽ ശക്തമായ ഒരു മുന്നോട്ട് പോക്കിന് ശ്രമിക്കുമ്പോൾ അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള പ്രതിബന്ധങ്ങൾ സ്വാഭാവികമാണ്. അതിനൊക്കെ തരണം ചെയ്തുകൊണ്ടാണ്, നമ്മൾ സമയമെടുത്ത് തരണം ചെയ്തുകൊണ്ടാണ് എൻ്റെ യാത്ര ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തുടങ്ങണം എന്നാഗ്രഹിച്ചതൊക്കെ ഇതുവരെ തുടങ്ങിയിട്ടുണ്ട്. ചെയ്യണം എന്നാഗ്രഹിച്ചതൊക്കെ ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സമയമെടുക്കും.
എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ചില താമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് വ്യക്തി ജീവിതത്തിലും പിന്നെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും ഈ ആശയപ്രചാരണ രീതിയിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അത് ചെയ്യും, ചിലപ്പോൾ ഇത്തിരി സമയം എടുക്കും. ഞാൻ പറഞ്ഞു വന്നത് ഈ ഡി ദഅവ എന്ന് പറയുന്ന ക്യാമ്പയിൻ ഞാൻ തുടങ്ങുന്നതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ദഅവത്ത് നടക്കുന്ന സംഘങ്ങളുടെ ഭാഗമായി ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി തൻ്റെ അനുഭവം വിവരിക്കുന്ന ഒരു ഭാഗം കേൾപ്പിച്ചുകൊണ്ട് അതിനെ പരിഹസിച്ചും പുച്ഛിച്ചും കൊണ്ട്, എന്നാൽ ആ പുച്ഛഭാവവും പരിഹാസവും ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് ഒരു കുസൃതി ചിരി പുറത്തോട്ട് ചിരിച്ചുകൊണ്ട് അൻസാരി സുഹരി നടത്തുന്ന ഒരു കള്ളച്ചിരിയിൽ ചാലിച്ച ചില പരാമർശങ്ങളാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. നമുക്ക് ആദ്യം ആ രംഗം ഒന്ന് കേട്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് വലിയ ഉസ്താദിലേക്ക് പോവാം. പക്ഷെ എന്നോട് സംസാരിക്കുമ്പോൾ അവർ മതപരമായിട്ട് ആദ്യം സംസാരിച്ചിരുന്നില്ല. ആദ്യം എന്നെയായിട്ട് ഒരു സാധാ ഒരു ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്കിയെടുത്തു. അങ്ങനെ പതിയെ പതിയെ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിനെ, ഹിന്ദു ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ മതസ്ഥരായിക്കോട്ടെ, അവരെ മെല്ലെ മെല്ലെ മാറ്റാൻ തുടങ്ങി. അങ്ങനെ പതിയെ പതിയെ അവരുടെ മതത്തിലുള്ള ആശയം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങളിലൂടെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ചോദിച്ച് എനിക്ക് തന്നെ ആകെ ഒരു കൺഫ്യൂഷൻ വരാൻ തുടങ്ങി. ഇനിയിപ്പോ അങ്ങനെയാണോ? കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ അപ്പൊ ഇതൊക്കെയാണ് ഈ പാവപ്പെട്ട പൊന്നുമോൾ തന്റെ സതീർത്ഥരായിട്ടുള്ള മുസ്ലിം കുട്ടികൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ. ഒരല്പം പരിഹാസത്തിൽ അദ്ദേഹം അതിനെ ലഘൂകരിക്കുകയാണ്. ഇത് ഒരു ദുരനുഭവമാണ്, ഇതൊരു വൃത്തികെട്ട ഏർപ്പാടാണ്, ഒരു മ്ലേച്ഛമായ പരിപാടിയാണ്. സഹപാഠികൾ അതല്ലെങ്കിൽ ഒരു കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന കുട്ടികൾ തങ്ങളുടെ സഹപാഠികളെ അവരുടെ മതത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിസന്ധിയിലാക്കിയിട്ട് അവരുടെ മതത്തെക്കുറിച്ച് അപകർഷതാബോധം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങളുടെ മതത്തെക്കാളും ഞങ്ങളെ മതം മുന്തിയതാണ് എന്ന് പറയാൻ ശ്രമിക്കുന്നത് അശ്ലീലമാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത്, മതേതര രാജ്യത്ത് അത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരമാണ്. എന്താ സുഹരിക്ക് സംശയമുണ്ടോ? കുട്ടികൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാനാണ് എന്ന ബോധം കുട്ടികൾക്കുണ്ടാവണം, കുട്ടികളെ പറഞ്ഞു വിടുന്ന രക്ഷിതാക്കൾക്കുണ്ടാവണം. നിങ്ങളെ കുട്ടികൾ കോളേജുകളിൽ പഠിക്കാൻ പോകുന്നതും പ്ലസ് 1-നും പ്ലസ് 2-നും സ്കൂളുകളിൽ പോകുന്നതും അടുത്തിരിക്കുന്ന ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും എങ്ങനെയെങ്കിലും പറഞ്ഞ് മതം മാറ്റാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ പഠിക്കാനും പഠിച്ച് മാർക്ക് വാങ്ങി വിജയിച്ച് നല്ല നിലയിൽ ജോലിയിൽ പ്രവേശിക്കാനുമുള്ള ഒരു അവസരമായിട്ടാണ് വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. അങ്ങനെയാണ് കുട്ടികളെ അതിന് തയ്യാറാക്കേണ്ടത്. അതിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തയ്യാറാവേണ്ടത്. അതിനപ്പുറം അടുത്തിരിക്കുന്നവന്റെ മതവും അവന്റെ വിശ്വാസവും നോക്കി അവരുടെ വിശ്വാസങ്ങളുടെ ന്യൂനതകൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്ത വിശ്വാസികളോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഇസ്ലാമിനെക്കുറിച്ച് അക്കും പുക്കും തിരിയാത്ത കുട്ടികളോട് ഇസ്ലാമിനെക്കുറിച്ച് കള്ളക്കഥകൾ പറഞ്ഞ്, നുണക്കഥകൾ പറഞ്ഞ്, ഇല്ലാത്ത നന്മകൾ പെരുപ്പിച്ച് കാണിച്ച് അവരുടെ മതത്തിനേക്കാളും മികച്ചത് നമ്മുടെ മതമാണ്, നിങ്ങൾ ഞമ്മളേക്ക് പോരി, നമുക്ക് സ്വർഗത്തേക്ക് പോകാം എന്ന് പറയുന്നത് ശുദ്ധമായ തെമ്മാടിത്തരമാണ്. എവിടെ പറയുന്നത്? സ്കൂൾ കോളേജുകളിലും കലാലയങ്ങളുടെ ഇടനാഴികളും ഹോസ്റ്റൽ മുറികളും ദഅവത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് ക്രിമിനൽ പ്രവർത്തനമാണെന്നാണ് എൻ്റെ പക്ഷം. അത് അവസാനിപ്പിക്കണം എന്ന് മുസ്ലിം സമുദായത്തോട്, മുസ്ലിം സമൂഹത്തിനോട് നിങ്ങളുടെ ബാധ്യതയാണ് അത് അവസാനിപ്പിക്കൽ എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നതും മുസ്ലിം സമൂഹമായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതങ്ങനെ ലഘൂകരിച്ചുകൊണ്ട് അൻസാരി സുഹരി അദ്ദേഹത്തിൻ്റെ മറുപടിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം അതിനോടുള്ള ചില പ്രതികരണങ്ങൾ നടത്തുകയാണ്. അത് കേൾക്കാം. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ കണ്ട ഈ പാവപ്പെട്ട മോളുണ്ടല്ലോ, ഈ പൊന്നുമോള് അവളുടെ സതീർത്ഥരായിട്ടുള്ള മുസ്ലിം കൂട്ടുകാരികൾ ഈ മോളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിൽ ആ പെൺകുട്ടി ആശങ്കപ്പെടുകയും അതിലുപരി ആകൃഷ്ടയായിട്ടുണ്ട് എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ വാക്കിൽ ചില എലമെന്റുകളിൽ എത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ പിന്നീട് ആ പെൺകുട്ടിക്ക് മനസ്സിലായി, ഇത് എന്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ചോദ്യമാണ്, ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളുടെ ആശയത്തിലേക്ക് എന്നെ മെല്ലെ വലിച്ചുകൊണ്ട് പോവുകയാണെന്ന് കുട്ടിക്ക് തോന്നിയപ്പം അതിനോടുള്ള പ്രതികരണം എന്നോണമാണ് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ തൻ്റെ നിലപാടും അഭിപ്രായങ്ങളും ആ മനസ്സിൽ തോന്നിയ ആശങ്കയോടുള്ള പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത്. ഇത് ഇദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെ പറയാണ്. അതായത് ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് ബൈബിളും ഗീതയും അരച്ച് കലക്കി കുടിച്ച്, അവരുടെ വിശ്വാസങ്ങൾ അരച്ച് കലക്കി കുടിച്ച് അതെപ്പോൾ എവിടെ നിന്ന് എടുത്ത് ചോദിച്ചാലും പറയാൻ പാകത്തിനുള്ള ഒരു പ്രദർശന മത്സരത്തിലല്ലല്ലോ. കുട്ടികൾ പഠിക്കാൻ വരുന്നവർ ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസം നേടാനാണ്. ഇപ്പോൾ MBBS പഠിക്കാൻ വരുന്നവർ അത് പഠിക്കാനാണ് വരുന്നത്, അല്ലാതെ അവിടെ ഖുറാനും ഗീതയും ബൈബിളും ഡിസ്കസ് ചെയ്യാനല്ല. അത് ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്നല്ല. പക്ഷെ ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് അപകർഷതാബോധം ഉണ്ടാക്കുകയും അങ്ങനെ അവരുടെ വിശ്വാസത്തിൽ അവർക്ക് തന്നെ അവരുടെ മതത്തിലും അവരുടെ ദൈവത്തിലും അവർക്ക് സംശയം ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് അവനവന്റെ പൊട്ടമതം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ അതൊരു വല്ലാത്ത വൃത്തികേടാണ്. എന്ന് മാത്രമല്ല,
ഇങ്ങനെ ഹിന്ദു മതത്തിലും ക്രിസ്ത്യാനിറ്റിയിലും ഒക്കെ ഉള്ള വിശ്വാസത്തിൽ, ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലുള്ള ആളുകൾ പല മതം മാറി വന്ന് ഇസ്ലാമായ പല ആൾക്കാരും പറയണത് ഞങ്ങളെ മതത്തിൽ ദൈവത്തിന് മക്കളുണ്ട് എന്നുള്ള വാദവും അതേപോലെ ത്രിയേകത്വം എന്ന വിശ്വാസത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ ആശങ്കകൾ പറഞ്ഞിട്ടാണ്. മീൻസ് ഇങ്ങനെയാണ് അവർ അപകർഷതാബോധം ഉണ്ടാക്കുന്നത്. ദൈവം മൂന്നായിട്ട് വരിക, അല്ലെങ്കിൽ മൂന്നാളും കൂടി ഒരു ദൈവം, അല്ലെങ്കിൽ ദൈവത്തിന് കുട്ടികളുണ്ടാവുക എന്നിത്യാദി ചോദ്യത്തിലാണ് ഇവർ കയറി പിടിക്കാറുള്ളത്. ഇപ്പുറത്ത് ഹൈന്ദവ വിശ്വാസികളുടെ ഭാഗത്തേക്ക് വന്നാൽ ശിവലിംഗത്തെ കുറിച്ചും ഹനുമാന് മല ചുമന്നതിനെ കുറിച്ചും ഇങ്ങനെയുള്ള ചില പുരാണങ്ങളിലെ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലേക്ക് കഥകളുടെ യുക്തിരാഹിത്യം പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ 33 കോടി ദേവതകൾ, അല്ലെങ്കിൽ ഈ എന്താ പറയാ അത്തരം ദൈവസങ്കല്പങ്ങൾ, പുനർജന്മ സങ്കല്പം, ഇതിനൊക്കെയാണ് ചോദ്യം ചെയ്യുക. എന്നാൽ ഹനുമാൻ ഒരു മലയാണ് ചുമന്നത്. പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ കഥയിൽ 7 ആകാശവും കടന്നിട്ട് ഷജറത്തുൽ മുൻതഹന്റെ വരെ അവിടെ പോയ മുഹമ്മദ് നബി ഒട്ടകത്തിന്റെ, കഴുതന്റെ, കുതിരന്റെ എന്തൊക്കെ ഹലാക്കിന്റെ പുറത്ത് കയറി പോയ കഥ ഞങ്ങളുടെ അടുത്ത് ഇപ്പുറത്തുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊന്നും കുട്ടികൾക്ക് കാര്യമായ ധാരണയില്ല. അപ്പോ ഇത് പറയുമ്പോൾ അവനവന്റെ വിശ്വാസത്തെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവർക്ക് ഇസ്ലാം എന്ന് പറയുന്ന ഈ അറബി മതത്തിൽ എന്തെങ്കിലും ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ ഒരു ധാരണയുമില്ലാത്ത ഈ മതത്തെക്കുറിച്ച് ഇവർ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇവർ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുകമറയിലാണ് പലരും ഇത്തരം ദഴവാക്കണികളിൽ വീണു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ദഴവ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് പറയുന്നത്. ഇനി ഇവരെങ്ങനെയാണ് ഇത് പറയുന്നത്? മുസ്ലിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ ദഴവ കോളേജുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ഫൈസിയുടെ ദഴവ കോളേജുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ചില വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നു. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിരുന്നത് അവിടെ സംസ്കൃതം പഠിപ്പിക്കുന്നു എന്നാണ്. സംസ്കൃതങ്ങളും വേദങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഹിന്ദു അധ്യാപകൻ കൂറിയക്കത്തോട്ട് ഇസ്ലാമിലെ ദഴവ കോളേജിൽ ദഴവ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ ഇസ്ലാമിലെ ഖുർആൻ പഠിക്കുന്ന ഇസ്ലാം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക കോളേജിൽ സംസ്കൃതം പഠിപ്പിക്കുന്ന ഹിന്ദു അധ്യാപകൻ, ഹിന്ദു ആചാരപ്രകാരമുള്ള വേഷവും വസ്ത്രമൊക്കെ ധരിച്ചു വന്നിരിക്കുന്ന ആൾ. ഭയങ്കര കൗതുകകരമായിട്ടുള്ള വാർത്തയാണ്. അപ്പൊ എന്താ സംഭവം? ഇവരെന്തിനാണ് ഈ സാധനം പഠിക്കുന്നത്? മതങ്ങളെ തമ്മിൽ താരതമ്യം ചെയ്ത് എവിടെയൊക്കെയാണ് ഇസ്ലാമിനെ കയറ്റിവിടാൻ കഴിയുക, എന്തൊക്കെ നുണകളാണ് ഒപ്പിച്ചെടുക്കാൻ കഴിയുക, എന്തൊക്കെ ഭാഗത്താണ് ഹൈന്ദവ വിശ്വാസത്തെ വക്രീകരിച്ച് ആളുകൾക്ക് മുമ്പിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കഴിയുക എന്ന് ചിന്തിക്കുന്നവരാണ്. നിങ്ങൾ എം അക്ബറിന്റെയും സാക്കിർ നായിക്കിന്റെയും ഒക്കെ പ്രസംഗം കേട്ടാൽ മനസ്സിലാകും. മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് വേദത്തിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കുക, ബൈബിളിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കുക എന്നിത്യാദി കലാപരിപാടികൾ ഇവർ നടത്താറുണ്ട്. ശുദ്ധമായ തട്ടിപ്പ്. അപ്പൊ ഈ തട്ടിപ്പ് നടത്തണമെങ്കിൽ അത്യാവശ്യം വേദവും അത്യാവശ്യം ഉപനിഷത്തും അത്യാവശ്യം സംസ്കൃതമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? കാരണം നാളെ ദൈവത്ത് നടത്താൻ വരുമ്പോൾ ഒരു ഹിന്ദു വിദ്യാർത്ഥിയുടെ അടുത്ത് പോയിട്ട് 2 സംസ്കൃത ശ്ലോകമൊക്കെ എടുത്ത് കാച്ചിട്ട് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഇതൊക്കെ എങ്ങനെയാ പറയുന്നത്, ഇതൊന്നും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഹിന്ദു കുട്ടിക്ക് ഈ സംസ്കൃതം അറിഞ്ഞോളം നിർബന്ധമില്ല, അയാൾ ഈ വേദവും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ആളുകളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്ന കലാപരിപാടിക്ക് വേണ്ടി ഇവർ പല കുബുദ്ധികളും കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. ഇനി ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ട് സംശയം ചോദിക്കുമ്പോഴത്തിന് എന്താ ഇങ്ങനെ പേടിക്കാനുണ്ടോ? ഒരാളൊരു സംശയം ചോദിച്ചാൽ വിശ്വാസം നഷ്ടപ്പെടുവോ? സംശയം ഉണ്ടാവുമോ? അതിന്റെ അർത്ഥം നിങ്ങളെ മതം അത്ര ഒരു ആശയപരമായിട്ട് അതിന് ഗംഭീരില്ല എന്നുള്ളതല്ലേ എന്നൊക്കെയാണ് സുഹരിയുടെ പരിഹാസം. കേട്ടോളി. മോളടക്കമുള്ള ആളുകൾ എന്നെ കേൾക്കുന്ന നല്ലവരായ ഹിന്ദു സഹോദരങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്തരം പരാതികൾ ധാരാളം ആളുകൾ പറയുന്നുണ്ടല്ലോ. എന്നോട് അങ്ങനെ ചോദിച്ചത് വഴി ഞാൻ സംശയത്തിലായി. എന്തിനാണ് ഈ സംശയത്തിലാകുന്നത്? അത്ര ദുർബലമാണ് ഞങ്ങളുടെ ആശയം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിനാണ് ഒരു സംശയം ചോദിക്കുമ്പോഴത്തേന് ഇങ്ങനെ നിങ്ങൾ അസ്വസ്ഥതപ്പെടുന്നത്? ഒരു ചോദ്യം കേൾക്കുമ്പോഴത്തേന് നിങ്ങൾ എന്തിനാണ് നിങ്ങളെ ഈമാൻ അതിലേക്ക് വരുന്നുള്ളൂ, ഈമാൻ പോണടത്തേക്ക് വരുന്നുള്ളൂ. നിങ്ങൾ എന്തിനങ്ങനെ സംശയിക്കുന്നത്? നിങ്ങൾ എന്തിനങ്ങനെ പേടിക്കുന്നത്? അത്രേ ഉള്ളൂ നിങ്ങളെ ആശയം. ശരിയാതി ചോദ്യം സുഹരി എന്നെ ചോദിക്കും വേണം. നടക്കട്ടെ. ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നമ്മളിങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആശയം വളരെ ദുർബലമാണെന്നല്ലേ എൻ്റെ അർത്ഥം? ഈ ഡയലോഗ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആരെയാണ് പേടിക്കുന്നത്? നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴത്തേക്ക്, ഒരു സംശയം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ആശയം അതിന് എന്തോ കുഴപ്പമുണ്ടെന്നല്ല അർത്ഥം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഈ മന്ത്രം നമ്മൾ ഈ ഉസ്താദിന്റെ കരച്ചിലിനിടയിലും ഉരുവിടാനുള്ളത് കൊണ്ട് അതൊന്ന് മനപ്പാടം, അതൊന്ന് ഹിഫ്ള് ആക്കി വെച്ചേക്കുക. നമുക്ക് ഈ ഡയലോഗ് ഇനി ആവശ്യം വരും. മുന്നോട്ട് പോവാം. നോക്കൂ, നിങ്ങൾ മുസ്ലിം സമൂഹത്തെ നിങ്ങൾ പലതരത്തിലുള്ള എതിർപ്പുകൾ കൊണ്ടല്ലോ. നിങ്ങൾക്കും എനിക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ് ലോകത്ത് ധാരാളമായ ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകുന്നുണ്ട് എന്ന്. കഴിഞ്ഞ ദിവസം വിദേശ രാജ്യത്ത് നമ്മുടെ മലയാളികളടക്കം 3000-ഓളം വരുന്ന ആളുകൾ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഇതുവരെയുള്ള ഡിസംബർ എത്താൻ പോകുന്നേ ഉള്ളൂ ഇസ്ലാമിന്റെ ഭാഗമായിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പലരും അയച്ചു തരുന്നു. അങ്ങനെ മലയാളി മുഖങ്ങളും നമ്മൾ കണ്ടു.
എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ മതം മാറേണ്ടി വരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആളുകളോട് ഒരു ചോദ്യം ചോദിക്കുമ്പോഴേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് ആശങ്കപ്പെടുന്നത്? 130 കോടി മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് 3000 ആൾക്കാർക്ക് ഒരു വർഷം മതം മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. നിങ്ങൾ കേരളത്തിൽ മാത്രം ഈ ദഅവത്തിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിച്ച് പുറത്തിറക്കുന്ന കുട്ടികളുടെ എണ്ണം എത്ര ആയിരമാണ്? 10,000 ആണ് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെമ്പാടും ഇത്തരം ദഅവ കോളേജുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദഅവ ഉപകരണങ്ങളായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ദഅവത്ത് ജീവിത ദൗത്യമായിട്ട് ഏറ്റെടുക്കുന്ന ആളുകൾ അവർ എല്ലാ മേഖലകളിലും ഇങ്ങനെ നിങ്ങൾ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം ലക്ഷക്കണക്കിനാണ്. ലക്ഷക്കണക്കിന് ദായിമാർ രാവും പകലും ദഅവത്ത് നടത്തിയിട്ട് പറ്റാവുന്ന നുണകൾ അത്രയും പറഞ്ഞിട്ട് ഖുർആനിൽ നിന്ന് സയൻസ് ഉരുട്ടിയെടുത്തിട്ട് പെരട്ടിയെടുത്ത് കണക്ക് കൂട്ടി ആളുകളെ തലച്ചോറ് കലക്കി എന്തൊക്കെ ചെയ്തിട്ട് 3000 ആളൊക്കെ ഇസ്ലാമിലേക്ക് വന്നോ? ഇത് വല്ലാത്ത കണക്കാണ്. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും അത് തുറന്നു പറയാൻ ചില പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് പലരും അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കണം, ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ ഒഴുക്ക് എന്ന് തുടങ്ങിയതാണെന്നറിയോ? മക്കം ഫത്ഹിന് ശേഷം സൂറത്തു തൗബയിലെ 5-ാം വചനം അവതരിച്ച സമയത്താണ് മക്കയിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഒഴുക്ക് ഇസ്ലാമിലേക്ക് മുമ്പുണ്ടായത്. അതിനുശേഷം ഇസ്ലാം അതിന്റെ സർവ്വശക്തിയും സന്നാഹങ്ങളും ഉപയോഗിച്ച് ലോകത്തെമ്പാടും ഇസ്ലാമിലുള്ള ഒഴുക്കിന് ആക്കം കൂട്ടാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇന്ന് 2022 നമ്മൾ 2025 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക ജനസംഖ്യയുടെ 25% താഴെയാണ് മുസ്ലിം ജനസംഖ്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒഴുക്കിന്റെ ഒരു ആക്കം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാണ്. എന്ന് മാത്രമല്ല, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആഘോഷമാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് തല പോകുന്ന കേസാണ് എന്നുള്ളത് ആലോചിക്കണം. ഇസ്ലാമിക സമൂഹം ഭൂരിപക്ഷമുള്ള പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളിലും മതം വിട്ടുന്ന ഒരു കാര്യം അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തോട്ടുള്ള ഒഴുക്ക് പ്രഖ്യാപിക്കാൻ യാതൊരു നിർവാഹമില്ല. കാരണം പലയിടത്തും അത് തല പോകുന്ന കേസാണ്. ഇന്ത്യയിൽ, ഒരു ജനാധിപത്യ രാജ്യമായ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിൽ പോലും ഇത്രയും സഹിഷ്ണുതയും ഇത്രയൊക്കെ മതവിമർശനം നടത്തുന്ന നമ്മളൊക്കെ സധൈര്യം ജീവിക്കുന്ന ഈ കേരളത്തിൽ പോലും മതവിശ്വാസം നഷ്ടപ്പെട്ട ഒരാൾക്ക് അത് ഇസ്ലാമിലേക്ക് പോകുന്നത് പോലെ അത്ര ധൈര്യത്തിൽ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ 3000ന്റെ കണക്ക് എടുക്കാൻ എന്ന് മാത്രം ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സുഹരിയുടെ അടുത്ത ബടായിലേക്ക് പോകും. ഇപ്പൊ മോക്ക് ഇത്തരം ഒരു സ്ക്രിപ്റ്റ് സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കാൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മോളെ ഒന്നും ഇവിടെ സംഭവിക്കൂല. മോക്ക് ഇത് പറഞ്ഞു പോകാമെന്നുള്ളതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കൂല. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നാൽ ഈ 83% വരുന്ന എന്താ അറിയോ, ഇസ്ലാമിലേക്ക് മോളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ഒഴുക്ക് ഇനിയും തുടരും, അല്ലാതെ ഒന്നും സംഭവിക്കൂല എന്നാണ് സുഹരി പറഞ്ഞത്. ഹൈന്ദവ സഹോദരങ്ങളുടെ ഈ ആശയം ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവിടുന്ന് പോയ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് കടൽ കടന്ന് ഈ ആശയങ്ങൾ വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇത് മഹിതമാണെന്നും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്നും ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കുറ്റപ്പെടുത്തുകയില്ല, പരിഹസിക്കുകയില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അതെന്താന്ന് പോലും കുറ്റപ്പെടുത്തലും പരിഹസിക്കലും ഒന്നും എന്താന്ന് പോലും പാവം സുഹരിക്ക് അറിയില്ല. സുഹരി നല്ല ഒന്നാം തരം അഭിനേതാവാണ്. AP വിഭാഗം സുന്നികളുടെ ഇടയിൽ നിന്ന് സാധാരണഗതിയിൽ കണ്ടുകിട്ടാൻ സാധ്യതയില്ലാത്ത സൗമ്യത മുഖത്തൊട്ടിച്ചു വെച്ച അഭിനേതാവാണ് സുഹരി. ഈ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരോട് ഇടപഴകുമ്പോൾ ഇസ്ലാമിന്റെ തനത് സ്വഭാവം മുഖത്ത് ആ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കൗശലശാലിയാണ്. അത് മാത്രമാണ് സുഹരി. അതിനുവേണ്ടി സുഹരി ഇസ്ലാമിനെ നൈസായിട്ട് പുട്ടിയടിക്കും, നൈസായിട്ട് ഇസ്ലാമിക നിയമങ്ങളെ മറച്ചു പിടിക്കും, ഇസ്ലാമിനെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി കളവ് പറയും, സത്യങ്ങൾ മൂടിവെക്കും, വളച്ചൊടിക്കും. അപ്പോൾ അത് പോട്ടെ. അതിനിപ്പോ തെളിവെന്താ? ഇസ്ലാം വലിയ മഹിതമാണ് എന്നതിന്റെ തെളിവ് ഹിന്ദുമതം മഹിതമാണ് എന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല, കടൽ കടന്ന് എവിടെയും പോയിട്ടില്ല എന്ന ഇദ്ദേഹത്തിന്റെ വിവരക്കേട്. അതുപോട്ടെ, ഇതിനൊന്ന് കണക്കെടുത്ത് ഹിന്ദുമതം എന്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നില്ല എന്നതാണ് എന്റെ സംശയം. അതും എന്റെ വിഷയമല്ല, ഇതൊക്കെ ഇവർ തമ്മിലുള്ള കാര്യങ്ങളാണ്, അതിലേക്ക് നമ്മൾ ഇടപെടുന്നില്ല. പക്ഷെ സുഹരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സുഹരി ഈ വീഡിയോയുടെ ഒരു ഭാഗത്ത് പറയുന്നത് ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നില്ല. പെറ്റുപെരുകുന്നതാണ് എന്ന് നാട്ടുകാർ പറയും, അസൂയക്കാർ പറയും. അങ്ങനെയൊന്നുമല്ല, ഇതാ 3000 വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ശുദ്ധമായ ബോഷ്കാണ് സുഹരി പറയുന്നത്. ഇസ്ലാമിന് ആ അർത്ഥത്തിലുള്ള ഒരു ഗ്രോത്ത് അല്ലാത്ത, എന്താണ് ഈ ഒരു പറയുന്ന പ്രജനന പ്രക്രിയയിലൂടെയുള്ള ഗ്രോത്ത് അല്ലാത്ത വലിയ കാര്യമായ ഗ്രോത്ത് ഇസ്ലാമിന് സംഭവിക്കുന്നില്ല എന്നതാണ്. നിങ്ങൾ എവിടുന്നാണോ ഇസ്ലാമിന്റെ വളർച്ചയുടെ കണക്കെടുക്കുന്നത് ആ കണക്കുകളിൽ ഉള്ളത്. അത് നമ്മൾ വേറെ വിഷയമാണ്, പിന്നെ ചർച്ച ചെയ്യാം. അതുകൊണ്ട് തന്നെ രഹസ്യ ജീവിതം നന്നാകണം, പരസ്യ ജീവിതവും നന്നാകണം. പരസ്യം നന്നായി നല്ല വെള്ളക്കുപ്പായമുണ്ട്, തലേ കെട്ടുണ്ട്, താടിയുണ്ട്, കാര്യമായില്ല. അതേ കൽബ് നന്നാകണം.
അതാണ് എനിക്ക് സുഹരിനോട് പറയാനുള്ളത്. വെള്ള തലക്കെട്ടും താടിയും തലപ്പാവും വലിയ പുഞ്ചിരിക്കുന്ന മുഖഭാവം ഉണ്ടായിട്ട് കാര്യമില്ല, ഖൽബ് നന്നാകണം, ഹൃദയം നന്നാകണം എന്നാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദ് വേറൊരു ആവശ്യത്തിന് വേറൊരു ആൾക്കാരോട് പറഞ്ഞാണ്, പക്ഷേ ഇവിടെ അത് വളരെ ആപ്റ്റാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് സുഹരിയോട് പറഞ്ഞതാണ്. നിങ്ങൾ കാപട്യം ഒഴിവാക്കണം. ഇനി നമ്മൾ എന്താണ് യഥാർത്ഥ കഥ? സുഹരിയുടെ പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് നമ്മൾ നേരത്തെ ഓർത്തു വെക്കണം എന്ന് പറഞ്ഞ ഡയലോഗ് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. അതായത്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള വിമർശനം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആരെയാണ് ഭയപ്പെടുന്നത്? അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആശയം അതിന് ശക്തിയില്ല എന്നല്ലേ അതിൻ്റെ തെളിവ്? ഇതാണ് സുഹരിയുടെ ഡയലോഗ്. നമ്മൾ ഒന്നുകൂടി കേട്ടിട്ട് പേരോട് ഉസ്താദിന് ഇതേ കാര്യത്തിൽ, ഇപ്പം ഒരു ഹിന്ദു സഹോദരിയോട് അൻസാരി സുഹരി ചോദിച്ച കാര്യത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ മുസ്ലിം യുവാക്കളോട് ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയം ചോദിക്കപ്പെടുമ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾ കേൾക്കുന്നതിനെ കുറിച്ചൊക്കെ പേരോട് ഉസ്താദിന് എന്താണ് കുട്ടികളോട് പറയാനുള്ളത്, ഇസ്ലാമിലെ കുട്ടികളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് സുഹരിന്റെ ഡയലോഗ് കേൾക്കാം. ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നമ്മളിങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആശയം വളരെ ദുർബലമാണെന്നല്ലേ എൻ്റെ അർത്ഥം? ആ ഡയലോഗ് എന്ന് ഓർത്ത് വെച്ചോളി. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം. ആരാണ്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. ഞാൻ ഇതിനിടയിൽ നമ്മുടെ ബ്രേക്കിന് വേണ്ടിയിട്ടുള്ള ഇത് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറച്ച് സുദീർഘമായിട്ടുള്ള കരച്ചിലിനിടയിൽ കണ്ണീരിൽ വഴുതി എനിക്ക് സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. കുറച്ച് ദൂരം കൂടി നമുക്ക് ഈ ബ്രേക്കിനിടയിലുള്ള ഈ ബാനർ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദിൻ്റെ കരച്ചിലിൻ്റെ ഒപ്പം നമ്മൾ ഓടുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉസ്താദിൻ്റെ കരഞ്ഞ മുഖം മാത്രം സ്ക്രീനിൽ വരും. അത് അദ്ദേഹത്തെ അപമാനിക്കാൻ, ഏതെങ്കിലും ഒരു പോസിൽ ഒരു വക്രീകരിച്ച മുഖം വന്നാൽ അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് വിശ്വാസികൾ തെറ്റിദ്ധരിക്കരുത്. എന്തായാലും നമ്മൾ വിഷയത്തിലേക്ക് പോകാം. ഇതുപോലെ തെറ്റായ ആശയത്തിൽ പെട്ടുപോയവൻ അവന്റെ തെറ്റായ ആശയം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവന്റെ പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഒന്ന്. മറ്റൊന്ന്, പേളകിപ്പോയ നായക്ക് ചികിത്സിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല. അതിന് കുത്തിവെപ്പ് നടത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തെറ്റായ ഇത്തരം ആശയങ്ങൾ ഖൽബിലേക്ക് കടന്നവനെ പിന്നെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. ഇസ്ലാം എത്രമേൽ അധപ്പതിച്ച ഒരു ചിന്തയാണ് മനുഷ്യരുടെ തലച്ചോറിലേക്ക് കുത്തി നടക്കുന്നത് എന്നതിന് ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണം തരാനില്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ഈ ഉസ്താദ്, ഇദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഇസ്ലാമിനെതിരെ സംശയങ്ങൾ ഉന്നയിക്കുന്ന ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന, മുസ്ലിം കുട്ടികളെ ഇസ്ലാമിൽ നിന്ന് തെറ്റിക്കാൻ പര്യാപ്തമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മനുഷ്യരെയാണ് പേപ്പട്ടികളോട് ഉപമിച്ചത്. പേപ്പട്ടി വിഷം ആയിട്ടാണ് ഇസ്ലാം അല്ലാത്ത ചിന്തകളെ ഈ ഉസ്താദ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. എന്നിട്ട് ഈ പേപ്പട്ടിയുടെ കടിയേറ്റ് വിഷബാധയേറ്റ ഒരു പേപ്പട്ടിയെ പോലെ തൻ്റെ മേൽ അല്ലെങ്കിൽ തനിക്ക് സിദ്ധിച്ച ഈ ആശയം മറ്റുള്ള ആളുകളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു പേപ്പട്ടി നെട്ടോട്ടം ഓടുന്നത് പോലെയാണ് ഇസ്ലാമിനെതിരെയുള്ള പ്രവർത്തകർ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ മുസ്ലിം സമൂഹത്തിലെ ഓരോ വ്യക്തികളോടും ചോദിക്കുകയാണ്, ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പേപ്പട്ടി മതം എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ അത്തരം പരാമർശങ്ങളോട് യോജിക്കുന്ന ആളല്ല. ഏതൊരു മതത്തോടും അല്ലെങ്കിൽ ആ ഒരു പ്രയോഗത്തോടും, മനുഷ്യരോട് അത്തരം പ്രയോഗങ്ങൾ നടത്തുന്നതിന് ഞാൻ എതിരാണ്. പക്ഷേ ഈ ഉസ്താദ് ചെയ്യുന്നത് എന്താണ്? ഇതിന് ഇതേ നാണയത്തിൽ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നതാണ്. ഈ ദൈവത്തിന് നമ്മൾ ഇതിനോട് സങ്കല്പിക്കാം. ഇസ്ലാം എന്ന് പറയുന്ന ഈ വിഷബാധയേറ്റ ആൾ ദൈവത്ത് എന്ന ആവശ്യത്തിന് വേണ്ടി ഓടി നടക്കുന്നതിനെ ഇദ്ദേഹം ഈ ഉസ്താദ് ഇപ്പൊ പറഞ്ഞതിനോട് ഉപമിച്ചാൽ നിങ്ങൾ അതൊന്നുകൂടി കേട്ടു നോക്കിയേ. ഈ പേപ്പട്ടി വിഷം എന്നതിനെ ഇസ്ലാമായിട്ടും ഇങ്ങനെ പിടിച്ചയാൾ ഇത് മറ്റുള്ള ആളുകളുടെ മേലിലേക്ക് പടർത്താൻ വേണ്ടി ഓടി നടക്കുന്നതിനെ ദൈവത്ത് നടത്താൻ വേണ്ടി ഓടി നടക്കുന്നവരായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? അതാ മക്കളെ, പേപ്പട്ടിയുണ്ടവിടെ. അവന്റെ തെറ്റായ ആശയം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ വേണ്ടി അവന്റെ പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഒന്ന്. മറ്റൊന്ന്, പേളകിപ്പോയ നായക്ക് ചികിത്സിച്ചത് കൊണ്ട് കാര്യമുണ്ടാകൂല. അതിന് കുത്തിവെപ്പ് നടത്തിയിട്ട് കാര്യമില്ല. അതുപോലെ തെറ്റായ ഇത്തരം ആശയങ്ങൾ ഖൽബിലേക്ക് കടന്നവനെ പിന്നെ നന്നാക്കിയെടുക്കാൻ കഴിയൂല. ഇതിനെ നിങ്ങൾക്ക് എന്തിനോടാണ് ഉപമിക്കാൻ തോന്നുന്നത്? ഇസ്ലാമിക സമൂഹം നല്ലോണം ആലോചിക്കണം. ഇതുപോലെയുള്ള പരാമർശം നടത്തുന്ന നിങ്ങൾക്ക് മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശവെറി അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെറുപ്പുൽപാദനം ഇവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് വിലപിക്കാൻ എന്ത് ധാർമ്മികമായ അവകാശമാണുള്ളത് എന്ന് ഒരു സാമാന്യ ബോധമുള്ള ഒരു മുസ്ലിം നെഞ്ചത്തോ തലയിലോ കൈവച്ചിട്ട് ഒന്ന് ആലോചിച്ചു. എന്താണ് ഇതിൻ്റെയൊക്കെ, എന്താണ് ഈ നിലവാരം
എന്താണ് നിങ്ങളുടെ ഈ ആശയ പ്രചാരണം എന്ന് നിങ്ങൾ ആലോചിക്കുക. നന്നായിട്ട് ആലോചിക്കണം. ഈ പേപ്പട്ടി വിഷബാധയെ ഇസ്ലാമിനോടും ഇത് മറ്റുള്ളവരുടെ മേൽ എത്തിക്കാൻ വേണ്ടി ഓടി നടക്കുന്നവനെ ദഅവാ പ്രവർത്തകനായിട്ടും സങ്കല്പിച്ചാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുഹരി മറുപടി പറയണം. എന്ന് മാത്രമല്ല, ഈ പേപ്പട്ടി വിഷബാധ ഏറ്റവനെ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിയൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓനെ നന്നാക്കിയെടുക്കാൻ കഴിയൂല എന്നത് നിങ്ങൾ ഇസ്ലാമിലേക്ക് കണക്ട് ചെയ്ത് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? സുഹരി മറുപടി പറയണം. സുഹരി പല ആളുകളുടെ മുമ്പിൽ നിന്നും ഒളിച്ചോടുന്ന പോലെ ഓടിപ്പോകരുത്. ഈ വാക്യത്തിന് കൃത്യമായ മറുപടി പറയണം. എന്താണ് ഈ ആദർശം? എന്താണ് ആശയം? എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? അതാ മക്കളെ, പേപ്പട്ടിയുണ്ടവിടെ എന്ന് പറഞ്ഞ ബാപ്പ മക്കളെ വിടൂല, ഉമ്മ മക്കളെ വിടൂല. പേപ്പട്ടി ഇളകിയിട്ടുണ്ടങ്ങനെ പോകാൻ പറ്റൂല, അതിലേക്ക് അടുക്കാൻ പറ്റൂല. ഇവനെ പോലെയുള്ള ആളുകൾ തെരുവിൽ നിന്നിട്ടാണ് പ്രസംഗിക്കുന്ന ആലോചിക്കുക. ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ പേപ്പട്ടിയോടും അവരുടെ ആശയത്തെ പേപ്പട്ടി വിഷബാധയോടും ഉപമിക്കുന്ന നെറികെട്ടവന്മാർ ഈ മുസ്ലിം സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടു നയിക്കുന്നത്? എന്താ നേരത്തെ പറഞ്ഞത്? കോളേജിൽ പഠിക്കുന്ന കുട്ടി ഒരു ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത് എന്ന് ചോദിച്ച അൻസാരി സുഹരിയുടെ വലിയ ഉസ്താദ് പറയാണ്, ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവരൊക്കെ പേപ്പട്ടികളാണ്. അവർ പേപ്പട്ടി ആശയപ്രചാരണം, പേപ്പട്ടി വിഷബാധയാണ് അവരുടെ ആശയം. വിശ്വാസികൾ ഒരല്പം ഒന്ന് ഇരുത്തി ചിന്തിക്കണം, സൗമ്യമായിട്ട് ഇരുന്ന് സമാധാനമായിട്ട് ആലോചിക്കണം. ഇത് നിങ്ങളെ ദീൻ തന്നെയാണോ? ഇതാണോ ഇസ്ലാം? പേരോടി പറയുന്നത് ഇസ്ലാമാണോ അല്ലേ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന മതമാണോ അല്ലേ എന്ന് ഓരോ വിശ്വാസിയും ആലോചിക്കണം. നിങ്ങൾക്ക് ഈ ആശയമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കണം. ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ പേപ്പട്ടി വിഷബാധയായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിനെതിരെ ചോദ്യം ഉന്നയിക്കുന്നവർ, ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരിൽ നിന്ന് പേപ്പട്ടിയെ കാണുമ്പോൾ അകന്നു നിൽക്കുന്നത് പോലെ ഓടി അകലണം എന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹം ഏത് ആശയത്തെയാണ് പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾ പറയണം. ഇതാണോ നിങ്ങളുടെ ദീൻ എന്ന് നിങ്ങൾ പറയണം. നിങ്ങളോട് ചോദിക്കണം, വിശ്വാസികളോട് ചോദിക്കണം. മറ്റുള്ളവർ മതവിമർശകർ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ മുസ്ലിം വെറുപ്പ് പ്രചരിപ്പിക്കുന്നു എന്ന് നിലവിളിക്കാൻ നിങ്ങൾക്ക് ധാർമ്മികമായി എന്ത് അവകാശമാണുള്ളത് എന്ന് ഈ ക്ലിപ്പ് കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ മറുപടി പറയാൻ ആർജവമുള്ള ഒരു മുസ്ലിമിനെ ഞാൻ വെല്ലുവിളിക്കാൻ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഈ ക്ലിപ്പുകൾ കേൾപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ മുസ്ലിങ്ങൾ ഇരകളാക്കപ്പെടുന്നു, മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ വെറുപ്പുൽപാദനം നടക്കുന്നു എന്ന് പറയാൻ ആർജവമുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോ സംഘടനയോ ഉണ്ടെങ്കിൽ ആർജവത്തോടെ നേരിട്ട് വരണം, രംഗത്ത് വരണം എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഈ സമൂഹത്തെ എന്താണ് പ്രചരിപ്പിക്കുന്നത്? നിങ്ങൾ ഈ സമൂഹത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്നിട്ട് നിങ്ങളുടെ ആശയം നിങ്ങൾ കോളേജ് ക്യാമ്പസിലും ഹോസ്റ്റലിന്റെ മുറിയിലും ലൈബ്രറി ഹാളിലും ക്യാൻറ്റീനിന്റെ കോണിലും ഒക്കെ ഇരുന്നിട്ട് മറ്റുള്ള കുട്ടികളിൽ അപകർഷത ഉയർത്തി നിങ്ങളുടെ മതം വലിയ മഹത്തരമാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം അനുഭവങ്ങൾ പറയുന്ന കുട്ടികളോട് ഒരു ചോദ്യത്തിൽ എന്താ അത്ര ബേജാറാവാന് എന്ന അശ്ലീലം ചോദിക്കരുത്. സുഹരിയോടാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഈ വീഡിയോയ്ക്ക് മറുപടി പറയേണ്ട ബാധ്യത സുഹരിയിൽ നിക്ഷിപ്തമാണ്. AP അബൂബക്കർ മുസ്ലിയാരുടെ AP സുന്നികളിൽ നിക്ഷിപ്തമാണ്. അവർ അതിന് മറുപടി പറയണം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഇവിടുത്തെ സുന്നിയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും APയും EKയുമായിട്ടുള്ള സകലരും മറുപടി പറയണം. ഇവരിത് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മളെല്ലാ മുസ്ലിങ്ങളെയും പേപ്പട്ടി വിഷബാധയേറ്റവരാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നമ്മുടെ രീതിയുമല്ല. അതാണ് ഇസ്ലാമും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ ഇത്തരം തെറ്റായ അതേ നാസ്തികവാദമോ ലിബറലിസമോ അല്ലെങ്കിൽ യുക്തിവാദമോ നിരീശ്വരവാദമോ മതവിരോധമോ പുത്തൻവാദമോ ഒരാൾക്കുണ്ടായാൽ ഹബീബ് നബി നിങ്ങൾ വെറുതെ അല്ല ഈ ഉദാഹരണം പറഞ്ഞത്. പേപ്പട്ടിയുടെ സമീപത്ത് നിങ്ങൾ അടുക്കാൻ പോകുമോ? കാരണം കടിച്ചാൽ ചിലപ്പോ കുത്തിവെപ്പ് നടത്തിയാലും രക്ഷപ്പെട്ടില്ലെങ്കിലോ പേളകി അങ്ങ് മരണപ്പെട്ടാലോ. അപ്പൊ ഇതൊക്കെ ഉസ്താദ് പറയണത് എന്തിനെ കുറിച്ചാണെന്നറിയോ? ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളോട് അല്ലെങ്കിൽ തൻ്റെ അനുയായികളോട് ഇസ്ലാമികേതരമായ ആശയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ സംശയമുന എറിയുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കാനും ഇസ്ലാമിൽ സംശയം ജനിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ഇസ്ലാമികേതരമായ ആശയങ്ങളുടെ പ്രചാരണം നടക്കുന്ന ഭാഗങ്ങളിൽ 7 അയലത്ത് പോകരുത്, മാറി നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്താനുമാണ് മുഹമ്മദ് നബി പറഞ്ഞു എന്നും ഖുർആനിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ പേപ്പട്ടി വിഷബാധയുടെയും പേപ്പട്ടിയുടെയും ഉദാഹരണം എടുത്തെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നമ്മളിങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആശയം വളരെ ദുർബലമാണെന്നല്ല എൻ്റെ അർത്ഥം. ദുർബലമാണെന്നല്ല, ഉള്ളുപൊള്ളയായ ഒരു കപട ആത്മീയതയാണ് ഇസ്ലാം. ആത്മീയതയുടെ തരിമ്പില്ലാത്ത
കേവലമായ ഗോത്രകാല രാഷ്ട്രീയ സംവിധാനം, ഒരു ഗോത്ര നേതാവും തന്റെ അണികളും അവർക്കിടയിലുണ്ടായിരുന്ന ഗോത്ര നിയമങ്ങളും പുസ്തക രൂപത്തിൽ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു കിതാബും പൊക്കിപ്പിടിച്ച് ലോകത്ത് സമാധാനം കളയാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം മാത്രം മനസ്സിലാക്കും. അതിന്റെ ഒരു പ്രചാരകനാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞതാണ്, ഇസ്ലാമികേതരമായ ആശയങ്ങളോട്, അത്തരം ആശയങ്ങളുടെ പ്രചാരണങ്ങളോട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് ഖുറാനികമാണ്, അല്ലെങ്കിൽ ഹദീസിലുണ്ട്, നബി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പേരോട് പറയുന്നത്. അപ്പൊ പേരോടിന്റെ അതേ ആശയധാരയിലുള്ള അതേ സുന്നത്ത് ജമാഅത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അൻസാരി സുഹരി പറയാണ്, ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേന് അത് കേട്ടാൽ എന്തിനങ്ങനെ പേടിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആശയം പോരാന്നല്ല അതിന്റെ അർത്ഥം എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇത്ര ഭയപ്പെടുന്നത്, ഇത്ര ആളുകളെ ഭയപ്പെടുത്തുന്നത്. അതുപോലെ നിങ്ങളെ ഈമാനിനെ മുറിവേൽപ്പിക്കാൻ വരുന്ന ഇത്തരം യുക്തിവാദികള്, നിരീശ്വരവാദികള്, മതവിരോധികള്, പുത്തൻവാദികള്, അവരെ സദസ്സിൽ നിങ്ങൾ പോകല്ലേ, അവനുള്ള വഴിക്ക് കടുക്കല്ലേ. അതാണ് ഉസ്താദ് പറയുന്നത്. അതായത് എന്താ നേരത്തെ ചോദിച്ചത്, എന്താണ് ഇപ്പൊ ഒരു ചോദ്യം കേട്ടാല് എന്താ ഇപ്പൊ പ്രശ്നം എന്ന് ചോദിച്ചാൽ സുഹരി മറുപടി പറയണം, ഇതിൽ നിങ്ങളെ അഭിപ്രായം എന്താണ് എന്ന്. അതുകൊണ്ടാണ് നബി നിങ്ങൾ പേപ്പട്ടി വിഷം പോലെയാണെന്ന് പറഞ്ഞത്. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്. നമ്മളെ ദൃഷ്ടാന്തങ്ങളായ ആയത്തുകളിൽ അനാവശ്യമായി കടന്നു വന്ന് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും പരിഹസിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന കക്ഷികളെ കണ്ടാൽ ഫഅരിദ് അൻഹും, നിങ്ങൾ തിരിഞ്ഞു കളയണേ. പേപ്പട്ടിയുള്ള ഭാഗത്തേക്ക് പോകൂലല്ലോ, അതുപോലെ ഇത്തരം കക്ഷികളിൽ നിന്ന് തിരിഞ്ഞു കളയണേ. അതായത് അള്ളാന്റെ ഖുർആൻ മൗലവിമാരൊക്കെ ഒരു വിധത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഖുർആൻ എടുത്ത് വിമർശനം നടത്തുന്നവരെ കുറിച്ചാണ് പേരോട് പോയി പറഞ്ഞത്. അള്ളാഹുവിന്റെ വചനങ്ങളെ എടുത്തുകൊണ്ട് അനാവശ്യമായി കടന്നു വന്നുകൊണ്ട്, അതായത് ക്ഷണിക്കാത്ത അതിഥികളായി വന്നുകൊണ്ട് ഖുർആൻ എടുത്തുകൊണ്ട് ഖുർആൻ വിമർശനം നടത്തുന്നവരെ, ഖുർആൻ ക്ലാസ് എടുക്കുന്നവരെ, അല്ലെങ്കിൽ ഖുർആനിനെ പരിശോധിക്കുന്നവരെ, വിമർശനപരമായി വിശകലനം ചെയ്യുന്നവരെ ഒക്കെ അവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞോണോ പോലും അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന കിതാബിലുള്ള ആത്മവിശ്വാസം നിങ്ങൾ ആലോചിക്കണം. ഒരു ഭാഗത്ത് അള്ളാഹ് വെല്ലുവിളിക്കുകയാണ്, എന്ത്, നിങ്ങൾ ഒരെണ്ണം ഇതേപോലത്തെ കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടാവുന്നവരൊക്കെ കൂട്ടിക്കോളിയും, നിങ്ങളൊരു ഗ്രന്ഥം കൊണ്ടുവരും. ഈ ഗ്രന്ഥം കൊണ്ടുവരാൻ പറയുമ്പോൾ അങ്ങനെ ഗ്രന്ഥം ഇല്ലട്ടോ അന്ന്, പക്ഷെ പറഞ്ഞു ഗ്രന്ഥം കൊണ്ടുവരൂ. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ, ഒരു അധ്യായം കൊണ്ടുവരൂ, അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ആയത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് വെല്ലുവിളിച്ചിട്ട് മേനി നടിച്ചു എന്ന് പറയപ്പെടുന്ന അള്ളാഹു പറയാണ്, എന്റെ ഖുർആൻ എടുത്തിട്ട് അതിനെ അനാവശ്യമായി കടന്നു വന്ന് വിമർശനം നടത്തുന്നവരെ, വ്യാഖ്യാനിക്കുന്നവരെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓലടുത്ത് നിങ്ങൾ വേഗം ഓടിപ്പോയിക്കോളി, ജീവൻ രക്ഷിച്ചോളി, ഈമാൻ രക്ഷിച്ചോളി എന്ന്. അള്ളാന്റെ കലാമിലുള്ള ആത്മവിശ്വാസമാണിത്. ആലോചിക്കണം, അള്ളാഹ് ഉദ്ദേശിച്ചാലാണ് ഒരാളുടെ ഹിദായത്ത് പോകുക, അള്ളാഹ് ഉദ്ദേശിച്ചാലാണ് ഒരാൾ ഹിദായത്തിലാവുക. ആ അള്ളാഹ് ഇതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ലോകത്തുള്ള സകല മനുഷ്യരെയും വെല്ലുവിളിച്ച അള്ളാഹ്, ആ അള്ളാഹ്, അതേ ഖുർആനിൽ പറയാണ്, ആരെങ്കിലും എന്റെ ഖുർആൻ എടുത്തിട്ട് വിമർശിക്കുന്ന കേട്ടാൽ നിങ്ങൾ വേഗം തിരിഞ്ഞു ഓടിക്കോളണേ, രക്ഷപ്പെട്ടോളണേന്ന്. ഞാൻ ചോദിക്കുന്നത് അതല്ല, നിങ്ങൾ അള്ളാന്റെ ഖുർആനെ കുറിച്ചുള്ള മതിപ്പ് ഇതാണോ? ഞാൻ ഇറക്കി കൊടുത്തതാണ് ഖുർആൻ, ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കും, ലോകാവസാനം വരെ ഒരു വള്ളിക്കും പുള്ളിക്കും വ്യത്യാസം വരാതെ നമ്മൾ വിക്കോളാം എന്ന് പറഞ്ഞ ഖുർആൻ, നിങ്ങൾ എല്ലാരെയും കൂട്ടിക്കോളിയും, വേണമെങ്കിൽ ജിന്നുകളെയും കൂട്ടിക്കോളി, നിങ്ങളെ ദൈവങ്ങളെയും കൂട്ടിക്കോളി, നിങ്ങൾ ഇതേപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരേടാ എന്ന് വെല്ലുവിളിച്ച അള്ളാഹ്. ആ അള്ളാഹ് പറയാണ്, എന്ത്, എന്റെ ഖുർആൻ എടുത്തിട്ട് ആരെങ്കിലും വിമർശിച്ച് വ്യാഖ്യാനിക്കുന്നത് കണ്ടാൽ നിങ്ങൾ അവിടെ നിൽക്കരുത്, അതൊന്നും കേൾക്കാൻ നിൽക്കരുത്, നിങ്ങൾ ഓടിക്കോളീന്ന്. ഐശേ നാണക്കേട്. അല്ലെ, നിങ്ങൾക്ക് ഈ അള്ളാഹ്ക്ക് എത്ര മാർക്ക് കൊടുക്കും? നിങ്ങൾ പറയും 10ൽ എത്ര മാർക്കാണ് അള്ളാഹ് കൊടുക്കുക? 0 താഴേക്ക് മൈനസ് ഇടരുതിട്ടാ. 0 മുതൽ 10 വരെയുള്ള റേറ്റിംഗിൽ നിങ്ങൾ അള്ളാഹ് കൊടുക്കുന്ന റേറ്റിംഗ് എന്താണ്? ഈ 3 ആയത്തുകളാണ് ഞങ്ങളുടെ മുമ്പിൽ ഉദാഹരണം വെക്കുന്നത്. വിശ്വാസികൾ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ആലോചിക്കുക, ടെൻഷൻ അടിക്കണ്ട, ഒന്നും പേടിക്കണ്ട, ബേജാറാവാതെ സ്വസ്ഥമായിട്ടിരുന്ന്. അതുകൊണ്ടാണ് നമ്മൾ സമാധാനത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇത് മനസ്സിലാവാൻ വേണ്ടി. നിങ്ങൾ ചിന്തിക്കുക, ഈ 3 വചനങ്ങൾ അള്ളാഹു പറഞ്ഞ ഈ 3 കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിന് കൊടുക്കുന്ന മാർക്ക് എത്ര? വിശ്വാസികളുടെ മാർക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കും. എനിക്ക് സത്യത്തിൽ ഇത് പറഞ്ഞ അള്ളാഹു പേരോടിന്റെ നിലവിളിനേക്കാളും വലിയ നിലവിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഉസ്താദ് പറഞ്ഞൊരു കാര്യമില്ല, ആ പഠിച്ചവന്റെ കിതാബും ആ കിതാബിന്റെ അനുയായികളല്ലേ, അവരുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കാം. ഇനി അഥവാ മറന്നിട്ട് അത്തരം ആളുകളെ കൊള്ള അടുക്കാൻ പറ്റൂല, അവരുടെ ക്ലിപ്പ് കേൾക്കാൻ പറ്റൂല, അവരെ ഫേസ്ബുക്ക് നോക്കാൻ പറ്റൂല, അവരുടെ പ്രസംഗം കേൾക്കാൻ പറ്റൂല. ചിലര് പറയും ഞാനൊന്ന് കേട്ടു നോക്കുകയാണ്. ഓ മനുഷ്യ, ഹേ മനുഷ്യ,
ഞാനൊന്ന് കേട്ടോക്കട്ടെ, ഞാൻ അതിനൊന്ന് മറുപടി പറഞ്ഞോക്കട്ടെ, എനിക്കറിയാം ഈ വിമർശനങ്ങളുടെയൊക്കെ വായടപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ട് പണ്ട് സ്റ്റുഡിയോ തുടങ്ങിയ ആൾക്കാരെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? ഇസ്ലാം മത വിമർശകർ ഉന്നയിക്കുന്ന സകല വിമർശനങ്ങളും ഞങ്ങൾ തെരുവിൽ നേരിടും എന്ന് പറഞ്ഞിട്ട് ഡയലോഗായിട്ട് ഇറങ്ങിയ വിസ്ഡം കാര്യങ്ങൾ സ്റ്റുഡിയോന്റെ പുറത്ത് എവിടെയും കാണലുണ്ടോ? ഓലെ കാണും, ഓലെ ആൾക്കാരെ മുമ്പിൽ പരസ്യമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചവർ വരൂല. എന്താ കാരണം? അല്ല പറഞ്ഞിക്കണേ, അനാവശ്യമായി കയറി വന്ന് എൻ്റെ ഖുർആനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടാൽ അവിടുന്ന് ഓടിപ്പോയിക്കൊള്ളണം എന്ന്. ഇതാണ് പണ്ട് അഷ്റഫ് മൗലവി പറഞ്ഞ ബേസ് ഇല്ലാത്ത ആൾക്കാർ. ബേസ് ഇല്ലാതെ പറഞ്ഞാൽ അള്ളാഹ് തന്നെ ബേസ് ഇല്ല, അള്ളാഹിന്റെ ബേസാണ് ഇപ്പം നമ്മൾ കണ്ടത്. അള്ളാഹുവിന്റെ വചനങ്ങളെ മുൻനിർത്തി അള്ളാഹുവിന് ബേസ് ഉണ്ടോ? അള്ളാഹുവിന് ആത്മവിശ്വാസമല്ല, പിന്നെ ഇപ്പം നമ്മൾ ബാസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഞാൻ ഇനി ബാസിനെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തില്ല. കാരണം അള്ള പറഞ്ഞിരിക്കണ ആരെങ്കിലും വിമർശിക്കണണ്ട, അവിടെ നിൽക്കണ്ട, ഓടിക്കോളീന്ന്, തിരിഞ്ഞു നോക്കാണ്ട മണ്ടിക്കോളി എന്നല്ലേ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നമ്മളിങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആശയം വളരെ ദുർബലമാണെന്നല്ലേ എൻ്റെ അർത്ഥം? അതന്നെ ഞാൻ ആലോചിക്കണം അല്ലേ? അങ്ങനെയല്ല അർത്ഥം അല്ലേ? അള്ളഹാനോട് ചോദിക്കുക, ആദ്യം അള്ളഹാനോട് ചോദിക്കി, പിന്നെ പേരോട് ഉസ്താദിനോട് ചോദിക്കി, എന്നിട്ട് ഞാൻ ആ ചോദ്യം സുഹരീനോട് ചോദിക്കണം, നിങ്ങൾ എന്തിനെങ്ങനെ പേടിക്കുക? എന്തിനാ ഉസ്താദ് ഇങ്ങനെ പേടിച്ചത്? എന്തിനാ അള്ള അങ്ങനെ പേടിച്ചത്? അള്ളാഹിന്റെ ഒരു ആയത്ത്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി അർത്ഥം വെച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാവുന്ന അള്ള പേടിക്കണേ? എന്തിനാ അള്ള അങ്ങനെ പേടിക്കണേ? എന്തിനാ അള്ള പറഞ്ഞത് അങ്ങനെ വിമർശിക്കുന്നവരെ കണ്ട അവിടെ നിൽക്കല് നിങ്ങൾ ഓടിപ്പോയിക്കോളിന്ന്? എന്താ പേരോട് അബ്ദുറഹ്മാൻ എന്താ പറ്റിയത്? എന്താണ് സുഹരിയെ? നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുക, എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കരുത്? ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ആരെങ്കിലും സുഹരിക്കൊന്ന് അയച്ചു കൊടുക്കുക, അതൊന്ന് പേരോട് ഉസ്താദിന് അയച്ചു കൊടുക്കാൻ പറയും. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? അല്ലാ നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? അല്ല അജ്ജ് എന്തിനാ അങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കി വിശ്വാസികളെ, നിങ്ങളെ മനസ്സാക്ഷിനോട് ചോദിക്കുക, എന്തിനാ അള്ളയും പേരോടൊക്കെ ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഈ വിശ്വാസത്തിന്, ആശയത്തിന് കാമ്പില്ല എന്നല്ലേ, കാതലില്ല എന്നല്ലേ? സത്യം അതാണ് സംഭവം. നിന്റെ സ്വന്തം ശരീരത്തിന്റെ ആരോഗ്യം നീ എത്ര സൂക്ഷിക്കുന്നുണ്ട്? കൊറോണ രോഗമാണ്, കോവിഡ് ആണെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് അവനെ തൊട്ട് നോക്കട്ടെ എന്ന് നീ പറയോ? നീ 2 മീറ്റർ അകലെയല്ലേ, 4 മീറ്റർ അകലെയല്ലേ? എന്തേ കാരണം? എനിക്ക് ആ രോഗം വന്ന് ഞാനും കൊറോണക്കാരനായാലോ, എയ്ഡ്സ് രോഗം വന്നാലോ, കുഷ്ഠരോഗം വന്നാലോ? നിന്റെ ശരീരത്തോട് നിനക്ക് വലിയ സ്നേഹമുണ്ടല്ലേ, അതിന്റെ പേരിൽ നീ പകർച്ചവ്യാധിയിൽ നകലുന്നുണ്ടല്ലേ? നിങ്ങൾക്ക് വലിയ പേടിയുണ്ടല്ലേ? അള്ളാന്റെ ദീന്, അള്ള കൊടുത്ത ഹിദായത്ത് ഒരു ലിയാക്കത്ത് വിചാരിച്ചാൽ ഊരിയെടുക്കും എന്ന് നിങ്ങൾക്ക് ബേജാറുണ്ടല്ലേ? എക്കോ നിങ്ങൾ കൈ നിട്ടോളി. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുന്നത്? അള്ള ഇറക്കി തന്ന കിതാബല്ലേ? അള്ളാ കിതാബിൽ പറഞ്ഞിട്ടില്ലേ എൻ്റെ കിതാബിനെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന്? പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നത്? പേരെടുസ്താതെ, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങൾ എന്ത് ഹലാക്കിലെ വയലായി പറയണേ? വാസ്തവത്തിൽ ഇത് ഇവരൊക്കെ മനസ്സിൽ ശരിക്കും തട്ടിയിട്ട് ഇങ്ങനെ പറയണതായിരിക്കുമോ, അതോ ടവലിൻ്റെ ഇടയിൽ വിക്സ് തേച്ചിട്ട് കരയുന്നതായിരിക്കുമോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും നാടകം കൊള്ളാം, നല്ലൊരു ഒരു ഇത് ഇമ്പത്തിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞു, ഇതിലെ രസകരമായ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആ ഒരു ശോകമൂകമായ അവസ്ഥയിലേക്ക് കടക്കാൻ പോവാണ്, കരച്ചിൽ തുടങ്ങാൻ പോവാണ്. എല്ലാവരും ടവലൊക്കെ റെഡിയാക്കി വെച്ചോളൂ. എന്നാൽ കൊറോണ ഇല്ല കേട്ടോ. കൊറോണ ഇല്ലെങ്കിലും 2 മീറ്റർ അകലെ നിന്നവരല്ലേ നമ്മൾ? പള്ളിയിൽ പോലും അകന്ന് നിന്നവരല്ലേ നമ്മൾ? ചോദിക്കട്ടെ, ചോദിച്ചോളീം, നല്ലോണം ചോദിച്ചോളീം. എക്കോ ഉണ്ട് നിങ്ങൾക്ക്? ഇങ്ങനത്തെ എക്കോ ഇടാനുള്ള സാധനമൊക്കെ ഉണ്ട്, എക്കോ വരും. ഇടയ്ക്ക് നമ്മൾ വയലൊക്കെ പറയേണ്ടി വരും. ഈ പോക്ക് പോവുകയാണെങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിന്റെയും മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിന്റെയും അതേപോലെ തന്നെ ഹുസൈൻ സലഫിന്റെയും ഒക്കെ ശൈലി നമുക്ക് പിടിക്കാം. നമ്മൾ പണ്ട് ഇതൊക്കെ കേട്ട് ഒരുപാട്, ഇപ്പോൾ കുറച്ചായിട്ട് പ്രാക്ടീസ് ഇല്ല, പണ്ടൊക്കെ നമ്മളിത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ. കുനാക്കുന ഇല്ല, കുനാക്കുന ഉണ്ടാക്കുന്ന സുന നമുക്ക് വാങ്ങണം. ഓക്കെ, എനിവേ നമ്മൾ തിരിച്ചു പോവാണ്. ഉസ്താദിൻ്റെ നിലവിളിയിലേക്ക് തന്നെ പോവാം, വേറെ ഒന്നുമില്ല. നിങ്ങൾ കൊറോണ വന്നപ്പോൾ നിങ്ങൾ മാറിപ്പോയില്ലേ? നിങ്ങൾക്ക് പേടിയില്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ദുനിയാവിൽ പേടിയുണ്ടല്ലേ? നിങ്ങൾക്ക് നിങ്ങളെ ആയുസിന് പ്രശ്നമുണ്ടല്ലേ? നിങ്ങൾക്ക് അസുഖം വന്നാൽ നിങ്ങൾക്ക് ബേജാറുണ്ടല്ലേ? നിങ്ങൾക്ക് ഈമാനെ പേടിയില്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പതിയെ സങ്കടപ്പെട്ടി തുറക്കാൻ പോകാനിട്ടില്ലേ കൂട്ടരെ? കൊറോണ വന്നാൽ എന്ത് സംഭവിക്കും? കൂടിയാലും മരിക്കും അല്ലേ? ലോകത്താരെങ്കിലും അള്ള നിശ്ചയിച്ച സമയത്തല്ലാതെ 1 മിനിറ്റ് മുമ്പേ മരിക്കുമോ? ഒരു മിനിറ്റ് പിന്നോട്ട് പോകുമോ? ഇല്ലെന്നുറപ്പിച്ചവരല്ലേ നമ്മൾ. പിന്നെയും നമ്മൾ എന്തേ ഭയപ്പെടുന്നത്? നിമിത്തങ്ങൾ ഉണ്ടെന്ന നിലക്കാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിക്കണ? കരയല്ലേ നമുക്ക്? ഇത്രയും വലിയ മീശ വെച്ചിട്ട് കരയല്ലേടാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഏതോ ഒരു സിനിമയിൽ. ഇന്നസെന്റ് മറ്റേ കപ്പട മീശക്കാരനോട് പറയുന്നത്,
എന്നതുപോലെയാണ് എനിക്ക് പേരോട് ഉസ്താദിനോട് പറയാൻ തോന്നുന്നത്. കൊറോണ വന്നപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? അതിൻ്റെ ഇടയിൽ ഉസ്താദ് കൊറോണ ഇല്ല എന്നൊക്കെ പറഞ്ഞോട്ടോ, നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല. കൊറോണ ഒന്നും ഉള്ളതല്ല, അതൊക്കെ വെറുതെ പറഞ്ഞതാണ്. ആ ഇല്ലാത്ത കൊറോണനെ പേടിച്ച് നമ്മൾ 2 മീറ്റർ മാറി നിന്നില്ലേ? കൊറോണ വന്നാൽ പേറെ പോയാൽ എന്താ സംഭവിക്കുക? നമ്മൾ മരിക്കും, എന്തായാലും നമ്മൾ മരിക്കൂലേ എന്നാണ് ഉസ്താദ് ചോദിക്കുക. ആ പേടി എന്താണ് നിങ്ങൾക്ക്? മതവിമർശനം പറയുന്നവന്റെ വീഡിയോ കേൾക്കാനും അവരുടെ പരിപാടിയിൽ പോകാനും അവരുടെ യൂട്യൂബ് ചാനൽ കാണാനും അവരോട് സംവദിക്കാനും അവരോട് മറുപടി പറയാനും നിങ്ങൾക്ക് പേടിയില്ലാത്തത് എന്നാണ് ഉസ്താദ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഈമാൻ പോകുമെന്നാണ് ഉസ്താദ് പറഞ്ഞതിന്റെ അർത്ഥം. സുഹരി ഉസ്താദ് എന്താ നേരത്തെ ചോദിച്ചത്? നിങ്ങൾ എന്തിനാ അങ്ങനെ പേടിക്കുന്നത്? ഇങ്ങനെ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മൾ ആരെയാണ് ഈ പേടിക്കുന്നത്? നമ്മളിങ്ങനെ പേടിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ആശയം വളരെ ദുർബലമാണെന്നല്ലേ എൻ്റെ അർത്ഥം? നിങ്ങൾ ആശയം ദുർബലമാണെന്ന് മാത്രമല്ല, നിങ്ങൾ ആശയത്തിൽ നിൽക്കുന്ന ആളുകളുടെ ആശയത്തിന്റെ ഉറപ്പിൽ നിങ്ങൾക്ക് സംശയമുണ്ട്, ബേജാറുണ്ട്. അതായത് നിങ്ങളുടെ ആദർശക്കാരാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ. നേരത്തെ ഉസ്താദ് പറഞ്ഞ നല്ല വെള്ള ജുബ്ബയൊക്കെ ഇട്ടിട്ടുണ്ട്, തലയിക്കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ കാര്യമില്ല, കൽബ് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? എന്നതുപോലെ നിങ്ങളുടെ ഈമാൻ ഉണ്ട് എന്ന് നിങ്ങൾ മുസ്ലിങ്ങളായിട്ട് നിങ്ങൾ എണ്ണിയ ആളുകൾ, അവർ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം കേട്ടാൽ അവരുടെ ഈമാൻ ഊരിപ്പോകും എന്നാണ് പേടി. സുഹരിക്ക് മനസ്സിലായോ? അഷറഫ് മൗലവി പറഞ്ഞത് നമ്മൾ 10 ആൾ ഇങ്ങോട്ട് കിട്ടുന്നതല്ല. ബേസ് ഇല്ലാത്ത ആൾക്കാർ ഇസ്ലാം വിമർശകരുടെ സദസ്സിൽ പോയിട്ട് മുസ്ലിങ്ങളെ അവരുടെ ഓഡിയൻസ് ആക്കി മാറ്റിയാൽ അവരുടെ ഈമാൻ തെറ്റിപ്പോകും. അങ്ങനെ തെറ്റിപ്പോയാൽ ഓലാണ് അതിന്റെ ഉത്തരവാദി. അതുകൊണ്ട് 10 ആളെ നമ്മൾ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതല്ല, ഒരാളെ ഈമാൻ തെറ്റി അങ്ങോട്ട് പോകുന്നതാണ് ഏറ്റവും ഗൗരവതരം എന്ന് പറഞ്ഞ മഹാൻ TK അഷ്റഫാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വലിയ മുന്തിയ നേതാവാണ്. അതാണ് പേടി. സുഹരി ഉസ്താദെ, ഞാൻ ഈ സുഹരി ഉസ്താദിനോട് ചോദിക്കാം, നിങ്ങൾക്ക് ആ ബേജാറില്ലെങ്കിൽ നിങ്ങൾ വരി, നമുക്ക് ഈ കാര്യത്തിൽ ഒരു സംസാരം നടത്തി വെക്കാം, സംഭാഷണം. നിങ്ങളുണ്ടോ? അതോ നിങ്ങൾ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടുവോ? അതല്ല, നിങ്ങളുടെ ഒരു കാര്യം പേടിയില്ലാതെ സംവദിക്കാൻ ഉറപ്പുള്ള സാധനമാണ് ഈ ഗ്രന്ഥം, ഈ ആശയം അത്ര ദുർബലമല്ല എന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക വിഷയം എടുത്തിട്ട് നിങ്ങൾ വരി, നമുക്ക് ചർച്ച ചെയ്യാം. സമൂഹത്തിൽ എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന ഒരു സാമൂഹിക വിഷയം, ഒരു മതനിയമം എടുത്തിട്ട് നിങ്ങൾ വരി, നമുക്ക് അതിന്റെ ധാർമ്മികത പരിശോധിക്കാം. ആ വിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ സുഹരിക്ക് കൊടുക്കുകയാണ്. അതോ അള്ളാഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഇടയിൽ കയറി വരുന്ന ആൾക്കാരെ കാണുമ്പോൾ മടിക്കോളി എന്നുള്ള പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഓടുവോ? അറിയാൻ താല്പര്യമുണ്ട്. സുഹരി ഇതൊക്കെ കേൾക്കുകയാണെങ്കിൽ എന്നാ പറയട്ടെ, ആ കൊറോണ പോലെയല്ല. കൊറോണ കൊണ്ട് നിന്റെ ശരീരത്തിന്റെ ആരോഗ്യമാ നശിക്കുന്നതെങ്കിൽ, അതിന്റെ പേരിൽ നീ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിനക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ സമ്പത്ത് ഈമാനല്ലേ? അതാണ് സംഭവം. അനക്കെന്റെ നഫ്സിനേക്കാളും വലുത്, എന്റെ ജീവനേക്കാളും വലുത് ഈമാനല്ലേ? ആ ഈമാൻ പോകുന്ന എനിക്ക് പേടിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തതൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. മതവിമർശകർ, നിരീശ്വരവാദികൾ, ലിബറലിസ്റ്റുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകർ അവർ പറയുന്ന വാക്കുകൾ കേൾക്കാൻ പോകരുതേ, അവർ പരിപാടിക്ക് പോകരുതേ, അവർ വിളിക്കുന്നിടത്ത് പോകരുതേ, അവർ പറയണത് കേൾക്കരുതേ എന്നാണ്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു? നിങ്ങൾക്ക് കൊറോണനെ പേടിയില്ല, നിങ്ങൾക്ക് യുക്തിവാദികളെ പേടിയില്ലേ എന്ന് ചോദിക്കണതേ. അതും ഞങ്ങളെ എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം, പിന്നെ നമുക്ക് ഇരിക്കാം. അത് നമുക്ക് അല്ലാഹു തന്ന ഈമാനുണ്ടല്ലോ, അതെത്ര വലിയ സമ്പത്താണ്. ഉസ്താദ് പറഞ്ഞെന്നറിയോ? എന്റെ മുന്നിൽ സദസ്സിലിരിക്കുന്ന യുവാക്കളില്ലേ, കുട്ടികൾ, ഓലൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിന്നാളീം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാം. ഉസ്താദ് ഒരു ചെറിയ ചെപ്പടി വിദ്യ കാണിക്കാൻ പോവുകയാണ്. ഉസ്താദിന്റെ കയ്യിലാകെയുള്ള നമ്പർ ഇറക്കാൻ പോവുകയാണ്. കണ്ണും മൂക്കും ഒരുമിച്ച് ഒരു തുവാല കൊണ്ട് ചീറ്റിപ്പിഴിയാൻ പോവുകയാണ്. നിലവിളിക്കാൻ പോവുകയാണ്. നരകം പറഞ്ഞ് പേടിപ്പിക്കാൻ പോവുകയാണ്. ഉസ്താദിന്റെ കയ്യിലും അള്ളാന്റെ കയ്യിലും മുത്തുനബിയുടെ കയ്യിലും കിതാബിലും ആകെയുള്ളത് അതാണ്. പേടിപ്പിക്കുക, ബേജാറാക്കുക, മരണം, നരകം, സ്വർഗം, ഖബർ, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പോവാണ്. ഉസ്താദ് കരയാൻ പോവുകയാണ്. യുവാക്കളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാം. നിങ്ങൾ റെഡിയല്ലേ? ടവലൊക്കെ റെഡിയല്ലേ? തുവാല റെഡിയല്ലേ? ടിഷ്യൂ പേപ്പർ സെറ്റ് അല്ലേ? പോലെ ഉസ്താദെ തുടങ്ങിക്കൂട്. ആക്ഷൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ ഖൻആനിന് റബ്ബി ഈമാന് കൊടുത്തില്ല. സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത ബന്ധു ആസറിന് കൊടുത്തില്ല. സർവ നന്മയുടെയും നിമിത്തമായ റഹ്മത്തുൽ ആലമീൻ ഹബീബ് നബി തങ്ങളുടെ പിതൃ സഹോദരൻ അബൂലഹബിന് കൊടുത്തില്ല. ഈ പാവപ്പെട്ട നമുക്കല്ല ഈമാന് തന്നു. നമ്മെ അല്ലാഹു മുഅ്മിനീങ്ങളാക്കി, മുസ്ലിമീങ്ങളാക്കി. മുത്തുനബീന്റെ മൂത്താപ്പ അബൂ താലിബിനെ കൊടുത്തില്ല. ആറ്റ് നോറ്റ് പോറ്റിയ
വലിയപ്പ അബ്ദുൽ മുത്തലിബിന് കൊടുത്തില്ല, നമുക്ക് തന്നു. പൊന്നാര ഉസ്താദ് എങ്ങനെ സാധിക്കുന്നതാണ്? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഉസ്താദ്? അത് ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ എന്ന് ആലോചിച്ച് നിങ്ങള്. ആകാശദൂത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെ നിന്ന നിപ്പിൽ പൊട്ടിച്ചെതറാണ്, കണ്ടിട്ട് കൊതിയാണ്. ഇത്രയൊക്കെ അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ സിനിമയിൽ ഒരു കൈ നോക്കിയേനെ. ഇല്ലാത്ത ജാതി. സത്യമായിട്ട് ഉസ്താദ് നിങ്ങൾ മോലിയൊരു പണിയൊന്നും കളയണ്ട. നിങ്ങൾ നല്ലൊരു സിനിമയിൽ കയറിയിട്ടൊന്ന് അഭിനയിച്ച് നോക്കി. ഏതെങ്കിലും ഒരു കരച്ചിൽ പടം നമുക്ക് എടുക്കാം. അതിലിങ്ങനെ അള്ളാഹുവിൻ്റെ അത് നമുക്ക് ഈമാനികമായിട്ടാക്കാം. അള്ളാഹിൻ്റെ ശിക്ഷനെ കുറിച്ചും ഖബറിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നിലവിളിക്കുന്ന ഒരു കഥാപാത്രം. അല്ലെങ്കിൽ നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ ഒക്കെ ഈമാൻ പോക്കുന്ന ഒരു എക്സ് മുസ്ലിമിനെ കുറിച്ച് പേടിച്ചിട്ട് കരയണ ഒരു പ്ലോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഉസ്താദ് പള്ളിക്കത്തെ ഇമാമായിട്ട് ജുമക്ക് നിന്നിട്ട് കരി. എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ വല്ലാത്ത ജാതി ആർട്ടിസ്റ്റ് കേട്ടോ. സിനിമക്കാർ കാണാത്തോണ്ടാണ് ഉസ്താദ്മാരെ വയല്. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന പല വയലിലുള്ള മൂല്യന്മാരും പലരും മികച്ച നടന്മാർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് വരെ, ഓസ്കർ വരെ വാങ്ങാൻ പറ്റും നടന്മാർ നമ്മളെ കൂട്ടത്തിലെ മൂല്യന്മാരിലുണ്ട്. ഇല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ റബ്ബ് എനിക്ക് കരള് തന്നില്ലെങ്കിൽ, ഹാർട്ട് തന്നില്ലെങ്കിൽ, കിഡ്നി തന്നില്ലെങ്കിൽ, ബ്രെയിന് തന്നില്ലെങ്കിൽ, എന്റെ കണ്ണും കാതും തന്നില്ലെങ്കിൽ അതെല്ലാം വലിയ പരീക്ഷണമാകുമായിരുന്നു, വലിയ പ്രയാസമാകുമായിരുന്നു. പക്ഷേ എന്റെ റബ്ബ് എനിക്കതെല്ലാം തന്നു. ആ റബ്ബ് പാവപ്പെട്ട എന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ വിശ്വസിക്കുന്ന, ഖുർആൻ വിശ്വസിക്കുന്ന, ഹബീബ് നബിതങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു എന്നെ പെടുത്തി തന്നു, നിങ്ങളെ പെടുത്തി തന്നു. അതിന്റെ ഫലം ഞാനാ പെടുത്തുനിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. നമ്മളെ ശരിക്കും അതിനകത്ത് പെടുത്തി തന്നിരുന്നു, നമ്മളതിന്ന് രക്ഷപ്പെട്ടു നൈസായിട്ട്. അങ്ങനെ അള്ളാഹു പെടുത്തിയ ഈമാനിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ചില ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരിൽ കുറെ പേരൊക്കെ ഈ കമന്റ് ബോക്സിലുണ്ട്. അങ്ങനെ ഈ പെടുത്തിയ ഈമാനിൽ നിന്ന് രക്ഷപ്പെട്ടവരൊക്കെ ഒന്ന് കൈവന്തിച്ചാളി, ഉസ്താദിനൊരു സമാധാനം ആയിക്കോട്ടെ. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ പറയും നിർത്തുന്ന്. എങ്ങനെ നിർത്തും ഉസ്താദ്? ഒരു മനുഷ്യൻ അവിടെ ചങ്ക് പൊട്ടി ചെതറുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇദ്ദേഹത്തിന് ചോദ്യം പ്രസക്തമാവുന്നത്. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ഉസ്താദ്? നിങ്ങൾ സമാധാനപ്പെടി, നിങ്ങൾ എന്തിനിങ്ങനെ ബേജാറാകുന്നത്? നമ്മൾ അള്ളാന്റെ ഈമാനല്ലേ? നമ്മളെ ഗ്രന്ഥം 3000-ഓളം ആൾക്കാർ ഇക്കഴിഞ്ഞ വർഷം പാടെ ഡിസംബർ ആയിട്ടില്ല, അതിന്റെ മുമ്പ് തന്നെ 3000-ഓളം ആളുകൾ മലയാളികൾ ഉൾപ്പെടെ ഇസ്ലാമിലേക്ക് വന്നു. പിന്നെ നിങ്ങൾ എന്തിനാ ഈ കരയണെന്ന്? നിങ്ങൾ എന്തിനെങ്ങനെ ബേജാറാവണേ? നിങ്ങൾ ആലോചിക്കണം. യുവാക്കളൊക്കെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടാണ് ഈ നാടകം. അതാണ് അതിന്റെ ഒരു ഇത്. അതേ സമയത്ത് ഈമാനോടെ മരിച്ചില്ലെങ്കിലോ ജീവിതവും മരണവുമല്ലാത്തൊരവസ്ഥ, നരകാഗ്നിയിൽ തന്നെ 100 കൊല്ലമല്ല, 100 കോടി കൊല്ലമല്ല, 100,000 കോടി കൊല്ലമല്ല. അല്ലേ ഇന്ന شجرة الزقوم طعام الذين كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. നമുക്ക് അറബി അറിയില്ലെങ്കിൽ ആ ഫീൽ കിട്ടുന്നില്ലേ? അതുകൊണ്ടാണ് കട്ട് ചെയ്ത് കളയാത്തത്. സംഗതി ഇത് കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താ ഈ പറയണത്, എന്തിനാ ഉസ്താദ് അറബി പറഞ്ഞ് കരയണമെന്ന് മനസ്സിലാവില്ല. പക്ഷെ അതിനർത്ഥം അറിയാം. ഈ അർത്ഥത്തിൽ ഇനി മാത്രം കരയാനും മാത്രമൊന്നുമില്ല. എന്നാലും ഉസ്താദ് കയ്യിന്നിട്ട് കളിക്കണാണെന്നേ. കുറച്ച് പരിപാടിക്ക് ഒരു ഇമ്പം വേണം. 1. രണ്ടാമത് യുവാക്കൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. 3. പരിപാടിയുടെ അവസാനം പിരിവുണ്ട്. 4. കുറെ കാര്യങ്ങളുണ്ട്. ഇത് വെറുതെ ഇതൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പഠിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമാണ്. നിങ്ങൾ ഇതിനെ ഒരു കലാപരിപാടിയായിട്ട് കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കും. ഇതിൽ ഒരല്പം പരിഹാസം ഉണ്ട് എന്ന് എനിക്കറിയാം. അത് ഇദ്ദേഹം ആദ്യം പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ഏത് ആ പേപ്പട്ടി, അതിനുള്ള മറുപടി ആയിട്ടും മരുന്നായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഞാനും അതും കട്ട് ചെയ്ത് വരണ്ടെന്നാണ്. ഓക്കെ. ഈമാനിനെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന മനുഷ്യ, നിന്നെ കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു സമയമുണ്ട്. ഇന്ന യൗമൽ ഫസ്ലി മീഖാതുഹും അജ്മഈൻ യൗമ ലാ യുഗ്നി മൗലൻ അൻ മൗലൻ ശൈആ വലാ ഹും യുൻസറൂൻ ഇല്ലാ മൻ റഹിമല്ലാഹ് ഇന്നഹു ഹുവൽ അസീസുർ റഹീം. പടച്ചവന്റെ
പഠിച്ചവന്റെ കാരുണ്യമല്ലാത്തതൊന്നും കാവലിനെത്താത്ത ഒരു കാലത്ത് ഒരു സ്ഥലത്ത് അള്ളാഹ് നമ്മളെ കൊണ്ടുപോയി നിർത്തും. അള്ളാഹിന്റെ ദീനിനെ ചോദ്യം ചെയ്യുന്ന ഹേ മനുഷ്യ, എന്നോട് പറയണേ, അങ്ങനെയൊക്കെ ചോദ്യം ചെയ്താൽ അള്ളാഹിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തും. ഖിയാമത്ത് നാൾ വരും, അള്ളാഹിന്റെ മുമ്പിൽ ഹാജരാക്കും. അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാത്തതൊന്നും രക്ഷക്കെത്താത്ത ഒരു സമയം. നഫ്സി നഫ്സി നഫ്സിയ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പരക്കം പായുന്ന രംഗം, കത്തിയാളുന്ന നരകത്തിലേക്കാണ് എൻ്റെ പോക്ക്. കോടതിയിൽ ഹാജരാക്കി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയം അവിടെ നിനക്ക് തിന്നാനുള്ളത് അലുവയല്ല, അലുവ വേണ്ട, തിന്നാനുള്ളത് കേക്കല്ല, നിനക്ക് തിന്നാനുള്ളത് ഫ്രൂട്ട്സ് അല്ല. ഇന്ന ശജറത്ത് സഖൂമി ത്വആമുൽ അസീം. സഖൂം എന്ന് പറയുന്നൊരു മരം വല്ലാത്ത കയ്പുള്ളത്, വല്ലാത്ത മുറിവേൽക്കുന്നത്. ആ മരത്തിന്റെ ഭക്ഷണം ഇന്ന ശജറത്ത് സഖൂമി ത്വആമുൽ അസീം. അതാണോ ദിനം കിട്ടുക? ഞാൻ വിചാരിച്ച് മഹശറിയിലൊക്കെ നമ്മൾ ഒരുമിച്ച് സദ്യ കൊണ്ടിട്ട് തുലാസിൽ തൂക്കലൊക്കെ കഴിഞ്ഞ് ആ പാലത്തേക്ക് കയറുമ്പോഴാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതെന്നാണ്. മഹശറി തന്നെ 2 വിഭാഗമാണോ? വല്ലാത്തൊരു കഷ്ടം. നമ്മളെ കാത്തിരിക്കുന്ന സദ്യ വല്ലാത്തൊരു മരമാണ്. തിന്നുമ്പോൾ വായൊക്കെ മുറിഞ്ഞു പോകുന്ന മൂർച്ചയുള്ള കയ്പുള്ള എന്തോ ഒരു മരം. വായൊക്കെ മുറിഞ്ഞു പോകുന്ന മരത്തിന്റെ ഭക്ഷണമാണെങ്കിൽ അതിന് എന്തിനാ കയ്പ്? വെറുതെ അള്ളാഹ്ക്ക് എന്തിനാ ഒരു അധിക പണി? ഓൾറെഡി വായിലേക്ക് ഇടുമ്പോൾ വായൊക്കെ മുറിഞ്ഞു പോകില്ല, പിന്നെ എന്തിനാ ഈ കയ്പൊക്കെ അതിൽ വെറുതെ സന്നിവേശിപ്പിച്ച് വെറുതെ കുറച്ച് കയ്പ് വേസ്റ്റ് ആക്കണ എന്തിനാണ്? അത് നമുക്ക് മദ്യപ്പുഴയിൽ ഇച്ചിരി ചവർപ്പിന് ചേർക്കാലോ ആവശ്യക്കാർക്ക്. ചവർപ്പില്ലാത്ത മദ്യമാണെന്ന് പറഞ്ഞു, എന്നാലും കുഴപ്പമില്ല. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമായിരിക്കും. ചെറിയൊരു ചവർപ്പിലേക്ക് ഇച്ചിരി നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ഓൽക്ക് കൊടുത്തൂടെ? ഈ വെറുതെ ഈ വായിലിട്ടാൽ മുറിഞ്ഞു പോകുന്ന ഭക്ഷണത്തിൽ കയ്പ് എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നീ എന്താവട്ടെ, വയറ്റിലതാ തിളച്ചു മറിയുന്നു. തിളക്കുന്ന വെള്ളം മറിയുന്നത് പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നു. തിന്നടോ എന്നുള്ള പറയും ഈ ജാതി സാരങ്ങൾ മുന്നിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈമാനില്ലാതെ വന്ന മനുഷ്യൻ, ഇവനെ നിങ്ങൾ നരകത്തിന്റെ അതാ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞോളൂ മലക്കുകളെ. ഈ വല്ലാത്ത ശിക്ഷ, അതേ ആ തിളക്കുന്ന വെള്ളം അവന്റെ തലയിലേക്ക് ഒഴിച്ചു കൊടുക്കൂ മലക്കുകളെ. രുചി നോക്കടാ, നീ അള്ളാനെ ചോദ്യം ചെയ്തവനല്ലേ, അള്ളാന്റെ റസൂലിനെ നിന്ദിച്ചവനല്ലേ. വേണ്ടല്ല, വേണ്ട, എനിക്കിതൊന്നും വേണ്ടല്ല. ഞാൻ ഇപ്പൊ തന്നെ ഷഹാദ് കലിമ ചൊല്ലിക്കോളല്ല. ഞാൻ ഇനി യുക്തിവാദികളെ പ്രസംഗം കേൾക്കാൻ പോകൂല ഉസ്താദേ. പൊന്നാരന്റെ മൂല്യന്മാരെ, നിങ്ങൾക്കൊന്നും ഇനി നേരം വെളുത്തിട്ടില്ല പടപ്പുകളെ. നിങ്ങൾ ആലോചിക്കണം, എഴുന്നേപ്പിച്ച് നിർത്തിയ യുവാക്കളോടാണ് ഉസ്താദ് പറയണത്. അള്ള മലക്കുകളോട് പറയും ഇമാരി ഒരു തീറ്റയും കൂടിയും എന്നിട്ട് നരകത്തിലേക്ക് എടുത്ത് എറിയടാ പോനേന്ന് അള്ള പറയുമ്പോ മലക്കുകൾ എടുത്ത് നരകത്തിന്റെ അഗാധതയിലേക്ക് എറിയും. എന്നിട്ട് പറയും തിന്നടാ, കുടിക്കടാ, തിളച്ച വെള്ളം തലയിലേക്ക് ഒഴിക്കിനടാ മലക്കുകളെ എന്നുള്ള പറയും. ഇതൊക്കെ കേട്ടാ ഏത് കുഞ്ഞു മനസ്സും കുലുബായി പോകില്ല, ഏത് കൽബും കുലുബാവൂലേ. അങ്ങനെ കൽബുകളൊക്കെ കുൽബാക്കി ഒരുവിധ പരുവപ്പെടുത്തി ഉസ്താദ് ഈ മുറിവിലേക്ക് കുറച്ച് അങ്ങനെ മധുരം തരട്ടാൻ തുടങ്ങും. എന്താണ് പേടിപ്പിക്കൽ? അങ്ങ് അതിന്റെ പാരമ്യത്തിലെത്തിയിട്ട് ആളുകളുടെ നെഞ്ചിടിപ്പ് കൂടിയിട്ട് രാത്രിയിൽ ഇങ്ങനെ ആ അരണ്ട വെളിച്ചത്തിൽ കണ്ണടച്ചു നിൽക്കുന്ന യുവാക്കളുടെ മനസ്സിലേക്ക് ഈ ഭീകരത പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉസ്താദ് അവരെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഉസ്താദ് അതിന്റെ ചോദ്യം ചെയ്തവനല്ലേ, രുചിക്കടാ, നീ വലിയ മാന്യനായിരുന്നു അല്ലേ, നീ വലിയ അന്തസ്സാണെന്ന് തോന്നിയല്ലേ നിനക്ക്? നീ സംശയിച്ചു നിന്ന സംഗതി അനുഭവിച്ചറിഞ്ഞടാ എന്ന് പറയുന്ന ഒരു രംഗം നരകത്തിൽ വരാറുണ്ട് കേട്ടോ. അതീമാൻ നഷ്ടപ്പെട്ടവർക്കാളും അതേ സമയത്ത് ഈമാനോടെ ജീവിച്ചവർ അതാണ് പേടിപ്പിക്കൽ കഴിഞ്ഞു. ഇതൊക്കെ ഈമാ നഷ്ടപ്പെട്ടാലാണ്, ലിയാക്കത്തിന്റെ വീഡിയോ കണ്ടാലാണ്, ജബ്ബാർ മാഷിന്റെ ഖുർആൻ ക്ലാസ് കേട്ട് ഈമാ നശിപ്പിച്ചാലാണ്. ഇല്ലെങ്കിലോ അങ്ങനെ ചെയ്തോൽക്കുള്ളത് ഇതാണ്. എന്താണ്? കുടിക്കടാ, രുചി നോക്കടാ, നീ ഇതൊക്കെ നിഷേധിച്ചവനല്ലേടാ, ഇപ്പൊ കണ്ടോടാ, അനുഭവിച്ചോടാ. നിങ്ങള് വീഡിയോ, മതവിമർശന വീഡിയോകളുടെ താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ അറിയാം. റൂഹ് തൊണ്ടക്കുഴിയിലെത്തും മണക്ക് മനസ്സിലാകൂടാ എന്ന് പറയുന്ന കമന്റുകൾ വായിച്ചിട്ടുണ്ടോ? മരിച്ചു ചെല്ലുമ്പോ
ഇജിതിനൊക്കെ അനുഭവിക്കൂടാ എന്ന് പറയുന്ന കമന്റുകൾ കണ്ടിട്ടുണ്ടോ? ആ കമന്റുകൾക്ക് പ്രചോദനം ഈ ഉസ്താദുമാരുടെ വയലാണ്, ഈ ജാതി വയലാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഇതൊക്കെ ഈമാൻ തെറ്റിപ്പോയാൽ കിട്ടുന്ന ഭീകരമായ ശിക്ഷയാണ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച ആ ഇളം മനസ്സിലേക്ക് ഉസ്താദ് ദാ സുഗലോലുപതയുടെ കുളിർക്കാറ്റ് അയച്ചു വിടുകയാണ്. കേട്ടോളി. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, അതേ അല്ല കൽപ്പിച്ചതൊക്കെ എടുക്കുന്നുണ്ട്. അവൻ പലിശക്കാരനല്ല, അന്യന്റെ ഹക്ക് പിടിച്ചെടുക്കുന്നവനല്ല, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്നവനല്ല, സയ്യിദന്മാരെ നിന്ദിക്കുന്നവനല്ല, ഔലിയാക്കളെ നിന്ദിക്കുന്നവനല്ല, ഉമ്മ ബാപ്പയെ അവഗണിക്കുന്നവനല്ല, ഭാര്യയെ പീഡിപ്പിക്കുന്നവനല്ല, ഭർത്താവിനെ ധിക്കരിച്ച് തോന്നിവാസത്തിന് പോകുന്നവളല്ല. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വഉയൂൽ. അവർ വലിയ ഉന്നത സ്ഥാനത്താണ്. അതേ, അവർ സ്വർഗങ്ങളിലാണ്, തോട്ടങ്ങളിലാണ്, അരുവികൾ ഇങ്ങനെ ഒഴുകുകയാണ്. ഇന്നൽ മുത്തഖീന ഫീ മഖാമിൻ അമീൻ ഫീ ജന്നാത്തിൻ വഉയൂൽ. കണ്ടോ, നേരത്തെ പറഞ്ഞത് ഈമാൻ തെറ്റിപ്പോണവരാണ്. മക്കളെ, കുട്ടികളെ, നിങ്ങൾ ഈമാനൊന്നും തെറ്റാതെ നല്ല കുട്ടികളായി പോയാൽ. പിന്നെ ഉസ്താദ് പറഞ്ഞു അതൊന്നും ചെയ്യാത്തവരാണ്, അതൊന്നും ചെയ്ത ഒരു കുഴപ്പമില്ല, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്, ഈമാനൊന്നും തെറ്റിപ്പോകരുത്. ഭാര്യേനെ ഇപ്പം 2 തല്ലിയാൽ എന്താ കുഴപ്പം? ഭാര്യേനെ പീഡിപ്പിക്കാത്തവരാണ്. ഭാര്യേനെ തല്ലിയാൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം ഉസ്താദ്? അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി പുട്ട് കച്ചവടം നടത്തുക. നിങ്ങൾ ഓണത്തിൻ്റെ ഇടയിൽ കൂടി പുട്ട് കച്ചവടം തിരികെ കയറ്റണ്ട. നിങ്ങൾ ഉസ്താദ് ഇപ്പം എണ്ണി പറഞ്ഞ ഒരു പ്രശ്നത്തിനും ഒരു കുഴപ്പമില്ല. ഉസ്താദുമാർ ചീത്ത പറഞ്ഞവരല്ല, ഖലീഫയോട് യുദ്ധം പെട്ടിയ ആൾക്കാർ, തമ്മിൽ വെട്ടും കുത്തും കഴിഞ്ഞവർ, അതൊക്കെ മുഹമ്മദ് നബിയുടെ കാലം തൊട്ടേ ഉണ്ട്. അതൊന്നും വലിയ ഇഷ്യൂ അല്ല. ഇഷ്യൂ എന്താ? അല്ലാത്തവർ ആരാധിച്ചവരോട്, അള്ളാഹുവിനെ നിഷേധിച്ചവരോട്, ഇസ്ലാമിനെ ദീനായി സ്വീകരിക്കാത്തവർ, ഇസ്ലാം ദീനിൽ അണിനിരക്കാത്തവർ, ഷഹാദത്ത് കലിമ ചൊല്ലാതെ മരിച്ചുപോയ കാഫിറുകൾ, അവർക്കുള്ളതാണ്. ഉസ്താദ് അങ്ങനെ തെളിച്ചിട്ട് പറയും. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞൊക്കെ വലിയ ഇഷ്യൂ, അതൊക്കെ ഒരു തൗബ ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അതിനെ കവച്ച് വെക്കാനുള്ള നന്മ തുലാസിൽ തൂങ്ങിയാൽ പോരെ ഉസ്താദേ? പോരെ, മതി. അപ്പൊ ഉസ്താദ് ആ പറഞ്ഞങ്ങൾ വിട്ടാളി, അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട. ഈമാനാണ് പ്രധാനം. നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ധരിച്ച് അഭിമുഖമായിരുന്നവരതാ സന്തോഷം അതാ പങ്കിടുകയാണ്. ആ പട്ടുമത്തയിൽ ഇരുന്ന് തരുണിമണികളിൽ നോക്കി അരുവികളിൽ നിന്ന് രുചിച്ച് നല്ല സുഖലോലുപതയിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴെങ്കിൽ നിങ്ങൾ ആ കരച്ചിലൊന്ന് നിർത്തിൻ്റെ മനുഷ്യ. നിങ്ങൾ എന്തിനു ഇഞ്ഞി കരയണത്? അത് കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മൾ സ്വർഗത്തിലെത്തിയില്ലേ? ഇപ്പൊ ചിരിക്കി, ആഹ്ലാദിക്കീൻ, അർമാദിക്കീൻ. ഇനി എന്തിനാ നിങ്ങൾ കരയണം ഉസ്താദേ? ഇതൊരു വല്ലാത്ത ജാതി കരച്ചില്ലേ. നിങ്ങൾ കഥാപാത്രം വിട്ടിട്ടില്ലേ? നിങ്ങൾ ഫീല് മാറ്റി പിടിക്കേ, ഫീല് മാറ്റി. എന്താ കഥ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച, ഉസ്താദ് ഇത്ര നേരം അലമുറയിട്ട് കരഞ്ഞിട്ട് ആ കണ്ണെന്നൊരു തുള്ളി കണ്ണുനീര്, 2 പാക്കറ്റ് ടിഷ്യൂ പേപ്പർ എടുത്ത അദ്ദേഹം മൂക്ക് പിഴിയാനാണ്. എന്താണ് ഇതിന് മാത്രം അതിൽ പിഴിയാനുള്ളത്? എനിക്ക് മനസ്സിലായില്ല. ഉസ്താദ് ഇനി ഒന്ന് കരയാതെ ഒന്ന് സമാധാനപ്പെടി. നമ്മളിപ്പോൾ സ്വർഗത്തിലെത്തിയില്ലേ? സ്വർഗത്തിലെത്തി, സന്തോഷിക്ക്, സമാധാനിക്ക്, കരയണ്ട, നിങ്ങൾക്ക് ഒന്നുമില്ല. ഈ ഭൂമിയിൽ വെച്ച് സ്വന്തം ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അതേ നല്ല തഖ്വയോടെ ജീവിച്ചവരാണെങ്കിൽ അവരൊന്നിച്ച് സ്വർഗത്തിൽ ആ ഭാര്യയേക്കാൾ ഭംഗിയുള്ള വേറെ ഭാര്യയില്ല, വേറെ പെണ്ണില്ല. അതിന്റെ പുറമെ എത്രയോ ഭംഗിയുള്ള ഹൂറുല്ലിങ്ങളുണ്ട്. അടിച്ച് കോളടിച്ച് ബമ്പർ അടിച്ച് ഇവിടെയൊക്കെ ആകെ 1 ഭാര്യയും 2 ഭാര്യയും 3 ഭാര്യയും 4 ഭാര്യയുടെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. അങ്ങനെ ഈ ഇല്ലായ്മയും വല്ലായ്മയും കൊണ്ട് നടന്ന ആ ദുനിയാവിലെ ദാരിദ്ര്യമൊക്കെ മാറാൻ പോവുകയാണ്. അങ്ങനെ താല്പര്യമുള്ള വിഷയത്തിലേക്ക് നല്ല നല്ല വിഷയങ്ങൾ പറയൂ ഉസ്താദേ. ഇനിയെങ്കിലും നിങ്ങൾ കരച്ചിൽ നിർത്തി. നിങ്ങൾക്ക് പള്ളം നിറച്ചിപ്പോൾ ഹൂറിലിങ്ങളെ തരാൻ പോവല്ലേ? ഇനിയെങ്കിലും നിങ്ങൾ ആ കരച്ചിലൊന്ന് നിർത്തിൻ്റെ ഉസ്താദേ. കണ്ടിട്ട് സൈക്കിളിൽ അതാ വസബ്ബജ്നാഹും ബിഹൂരിൻ ഈൻ യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ. ഒരു സൈഡ് എഫക്റ്റുമില്ല, നിർഭയരായ നിലയ്ക്ക് എന്തെല്ലാം പഴങ്ങളാണ്, ഒരിക്കൽ രുചിച്ചതല്ല, ഓരോ സമയത്തും പുതിയത്. അതാ അവന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് കൊല ഇങ്ങനെ അടുത്തടുത്ത് വരും. ആ പഴക്കൊലയാണ് ഉസ്താദ് ഉദ്ദേശിച്ചത്. ആവശ്യമുള്ളത് കയ്യിലേക്ക് വരും. യതൂഫു അലൈഹിം ബിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും
حسبتهم لؤلؤا منثورا واذا رايت ثم رايت نعيما وملكا كبيرا സുബ്ഹാനല്ലാഹ്. നല്ല മുത്തുമണികളെ പോലുള്ള മക്കള് ചുറ്റുഭാഗത്ത് ഇങ്ങനെ കറങ്ങുന്നു, വെള്ളം നൽകുന്നു, എന്തെല്ലാം ആനുകൂല്യങ്ങൾ. മുത്തുമണികളെ പോലത്തെ ചെറുക്കന്മാര് വെള്ളം നൽകി ആനുകൂല്യം നൽകുക. ഉസ്താദന്മാര് കൊള്ളട്ടോ, അല്ലാം കൊള്ളാം അല്ലേ? നമ്മൾ പിന്നെ താല്പര്യ കക്ഷിയല്ലാത്തോണ്ട് താല്പര്യമില്ല. സ്വർഗത്തിൽ യദ്ഊന ഫീഹാ ബികുല്ലി ഫാകിഹത്തിൻ ആമിനീൻ ലാ യദൂഖൂന ഫീഹൽ മൗത ഇല്ലൽ മൗതത്തൽ ഊലാ വവഖാഹും അദാബൽ ജഹീം. അവർക്ക് നേരത്തെ മരിച്ച മരണമല്ലാതെ ഇനി സ്വർഗത്തിൽ മരണമില്ല. മരിക്കൂലെന്ന് പറയുമ്പോ എന്തിനാണ് മുസീബത്ത് മൊയിലേരെ നിങ്ങൾ കരയണത്? നിങ്ങൾ സന്തോഷിക്കല്ലേ വേണ്ട. ഇനി ഒരു മരണം നമ്മൾ മരിച്ചു, നമ്മൾ സ്വർഗത്തിലെത്തി. ഇനി നിങ്ങൾ കരയല്ലേ, നിങ്ങൾ മരിക്കൂലല്ലോ, പിന്നെന്തിനാ മൊയിലേരെ കരയണേ? ആരെങ്കിലും ആ മൊയിലേരെ ഒന്ന് സമാധാനിപ്പിക്കുക. അവിടെ സംഘാടകരൊന്നുമില്ലേ? ആ പുറത്ത് തട്ടിയിട്ട് കരയല്ലേ മൊയിലേരെ നമ്മൾ സ്വർഗത്തിലെത്തിക്കണമെന്ന് പറയാൻ, ഓർമ്മിപ്പിക്കാൻ ഒരു തുണ്ടുകടലാസിൽ ഒന്ന് എഴുതി കൊടുക്കാൻ അവിടെ സംഘാടകരില്ലേ? കൂട്ടരെ, എന്താ നിങ്ങൾ കാട്ടുന്നത്? ഒരു വന്ധ്യ വയോധികൻ ആ സ്റ്റേജിന്റെ മുകളിൽ നെഞ്ചുപൊട്ടി ഇങ്ങനെ കിടന്ന് മരിക്കുമ്പോൾ സ്വർഗത്തിലെത്തിയത് അറിയാതെ നരകത്തിന്റെ കഥ പറഞ്ഞ് മരിച്ച കഥ ആലോചിച്ച് ഇപ്പോൾ കരയാണ്. വല്ലാത്ത ജാതി സാധനം. ഉസ്താദൊന്ന് അടങ്ങി, ഒന്ന് സമാധാനപ്പെടി. ഇപ്പം എല്ലാത്തിനും ഒരു പരിഹാരമായാലും ഇനി മരിക്കൂലല്ലോ, പിന്നെന്തിനാ ഞങ്ങൾ ഇനി കരയുന്നത്? എന്താ ഒരു മനുഷ്യന് കരയാനാണ് തീരുമാനിച്ചപ്പോൾ എന്താ ചെയ്യുക? സ്വർഗം കൊടുത്തിട്ടും ഊറികളെ കൊടുത്തിട്ടും മുത്തുമണികളെ പോലത്തെ ചെറുക്കന്മാരെ കൊടുത്തിട്ടും പിന്നെ കിടന്ന് നിലവിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്ത ആക്രമണം. അള്ളാഹ്ക്ക് ദേഷ്യം വന്ന പിടിച്ച് ആ നരകത്തിക്കാൻ ഇടും. ഇതൊക്കെ കൊടുത്തിട്ടും അടക്കാൻ്റെ കരച്ചിൽ നിർത്താനായില്ല ചങ്ങായി, ഇന്ന് ഇവിടെ കിടക്കാറുണ്ട്, ചിലപ്പോൾ പിടിച്ച് പുറത്തേക്ക് ഇടും. നല്ലോണം സൂക്ഷിച്ചോളി, ശ്രദ്ധിച്ചു കുത്തിരുന്നോളി. നീ കരയല്ലേ? കോടി 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 മരണം. നേരത്തെ ഓടിക്കോ എന്ന് പറഞ്ഞ ആളിപ്പോ പറയാ കോടി 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 മരണമില്ലാതെ അങ്ങനെ ജീവിക്കുക സ്വർഗത്തിലെ. എന്നിട്ട് ഉസ്താദിന്റെ നിലവിളിക്ക് മാത്രമേ കുറവ്. ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലം സ്വർഗത്തിൽ സന്തോഷത്തിൽ കഴിയുന്നു, പിന്നെ മരണമില്ല. ഫദ്ലം മിർ റബ്ബിക ദാലിക വൽ ഫൗസുൽ അളീം. പടച്ച റബ്ബിന്റെ ഔദാര്യമാണത്. അതാണ് കേട്ടോ ഏറ്റവും വലിയ വമ്പിച്ച വിജയം. ആ വിജയം കിട്ടാൻ വേണ്ടി ഈമാൻ കാത്തു സൂക്ഷിക്കണം. ഈമാനിന് പരിക്ക് പറ്റാ. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ, സ്വർഗത്തിലെത്തണമെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടത് ഈമാൻ കാത്തു സൂക്ഷിക്കണം. ഈമാൻ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈമാന് പരിക്കേൽക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, വിട്ടുനിൽക്കണം, അകലം പാലിക്കണം. അതാണ് ഉസ്താദ് ഇത്ര നേരം പറഞ്ഞത്. ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിർത്തിക്കണം. ഒലപ്പ നിന്നതാണ് കേട്ടോ, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ ബാക്കി. ആലോചിച്ച് നോക്കി നിങ്ങള് ആ കുട്ടികളൊരു കഥ. സാധ്യതയുള്ള ഒരു സദസ്സിലും ഒരു മനുഷ്യന്റെ വാക്കും കേൾക്കാൻ പോകണ്ട. പേപ്പട്ടി വിഷം പോലെയാണ് നബിതങ്ങൾ പറഞ്ഞത്, വെറുതെയല്ല. ആ ഹബീബ് നബിതങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന സംഗതികൾ മുൻകൂട്ടി മനസ്സിലാക്കി പറയേണ്ടതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. താക്കീത് ചെയ്യേണ്ടതെല്ലാം താക്കീത് ചെയ്തിട്ടുണ്ട്. ഒരു ഉമ്മാക്ക് മക്കളോടുള്ളതിനേക്കാൾ കാരുണ്യമുള്ള ഹബീബായ നബിതങ്ങൾ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂൻ. ഉസ്താദേ, ദജ്ജാലുമാര് വരും. അവസാന കാലമാകുമ്പോ ചില ഹമുക്കീങ്ങൾ വരും, ദജ്ജാലുകൾ വരും. ആ ദജ്ജാലുകൾ എന്ന് പറഞ്ഞാൽ ഒരു കള്ളം പറയുന്നവരാണ്, ഒരു കദ്ദാബൂനായിരിക്കും. അല്ലേ ഉസ്താദേ? അതന്നെ. അതായത് ഇതൊക്കെ തരാൻ വേണ്ടി നിങ്ങൾ എമ്മാനേക്കാളിലും നിങ്ങൾ സ്വർഗത്തിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുത്തുനബി ഈമാൻ തെറ്റിപ്പോകാതിരിക്കാനുള്ള സകല സൂത്രങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാദ്യം വേണ്ടത് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എൻഗേജ് ചെയ്യരുത്. ഓലെ വീഡിയോ കാണരുത്, ഓലെ ഓഡിയോ കേൾക്കരുത്, ഓലെ യൂട്യൂബ് വീഡിയോ കാണരുത്, ഓലെ ഫേസ്ബുക്കിലേക്ക് പോകരുത്. ഇതൊക്കെ ചെയ്യണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അവസാന കാലത്ത് അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ദജ്ജാലൂനെ കദ്ദാബൂന വരും, നുണ പറയുന്ന ദജ്ജാലുമാർ വരും. ഒരു ഇസ്ലാമിനെ കുറിച്ച് നുണ പറയും, മുത്തുനബിനെ കുറിച്ച് പള്ളു പറയും എന്നാണ് ഉസ്താദ് പറഞ്ഞത്. കേട്ടോളൂ.
നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന കബളിപ്പിക്കുന്ന പലരും ഖിയാമത്ത് നാളിൽ വരും. കദ്ദാബൂൻ, വല്ലാതെ കളവ് പറയും അവർ. കദ്ദാബൂൻ യതൂലക്കും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ പുതിയ സംഗതികളും കൊണ്ടവര് വരും. ഇയ്യാക്കും വയ്യാഹും, സൂക്ഷിക്കളെ, ശ്രദ്ധിക്കളെ. ലാ യുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും, അവര് നിങ്ങളെ പിഴപ്പിക്കല്ലേ, നിങ്ങളെ ഫിത്നയാക്കി ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ. ആ ഹബീബിനെ വിധങ്ങളെ പ്രിയം വെക്കുക, അവിടുന്ന് കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുക. അപ്പൊ പുള്ളിക്ക് അന്നേ ഒരു ധാരണയുണ്ട്, ചെയ്തു കൂട്ടിയതിനെ കുറിച്ച് വലിയ ധാരണയുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഇനി എന്തെങ്കിലും കാര്യത്ത് ആരെങ്കിലും കുത്തിപ്പൊക്കും, ഇതാരൊക്കെ ഓലക്കീറിലും തുകലിന്റെ കഷ്ണത്തിലും എല്ലിൻ തടിയിലും കല്ലിലും എഴുതി സൂക്ഷിക്കുന്നുണ്ട് മുഹമ്മദ് നബിയുടെ ചെയ്ത്തുകളും പറച്ചിലുകളും എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ നാളെ മേലാക്കം ആൾക്കാർ ഒളിപ്പിച്ചു വെച്ചതൊക്കെ കുത്തിപ്പൊക്കി ഓരോന്നും പറഞ്ഞു വരും എന്ന് മുഹമ്മദ് നബിക്ക് പണ്ടേ അറിയായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ വാപ്പയും വല്യപ്പയും കേൾക്കാത്ത കഥയും പറഞ്ഞിട്ട് ഓല് വരും, നിങ്ങളതിലൊന്നും പെട്ടുപോകരുത്, ഈമാ നഷ്ടപ്പെട്ടു പോകരുത്, സ്വർഗത്തേക്ക് പോകണം. ദജ്ജാലൂനെ കദ്ദാബൂനെ വരും, ഓലെ വീഡിയോ കാക്കരുത്, യൂട്യൂബ് കാണരുത്, ഫേസ്ബുക്ക് പോകരുത്. എന്തല്ലേ കുറഞ്ഞ കാലം ഈ ഭൂമിലോകത്ത് അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജീവിച്ച് മരിച്ചാൽ തീരാത്ത കാലം സുസ്ഥിരമായ സന്തോഷം തന്നെ. അതിനാണ് നമ്മുടെ പള്ളികൾ, അതിനാണ് നമ്മുടെ മദ്രസകൾ, അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, അതിനാണ് നമ്മുടെ സംഘടനകൾ, അതിനാണ് SSF, അതിനാണ് SYS, അതിനാണ് മുസ്ലിം ജമാഅത്ത്, അതിനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിനാണ് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, അതിനാണ് സുന്നി വിദ്യാഭ്യാസ ബോർഡ്, അതിനാണ് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ. എല്ലാം ഈ ഒരു സ്വർഗലോകം സമ്പാദിക്കാനാണ്. ആ ഒരു ഉദ്ദേശത്തോടെ സംഘടനാ പ്രവർത്തനം നടത്തണം, സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം, നിലനിർത്തിക്കൊണ്ടു പോകണം. നമ്മൾ സംഭാവന കൊടുക്കണം, പിരിവ് കൊടുക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കണം. ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഇഷ്ടികക്ക് പകരമായി അള്ളാഹു നാളെ സ്വർഗലോകത്തിൽ നിങ്ങൾക്ക് ബംഗ്ലാവ് പണിത് തരും. SSFനും SYSനും സുന്നത്ത് ജമാഅത്തിനും AP സുന്നികൾക്കും സ്ഥാപനം കെട്ടാനും പള്ളി പണിയാനും ബാത്റൂം ഉണ്ടാക്കാനും ഹൗല് പണിയാനും നിങ്ങൾ പണം കൊടുത്താൽ, പിരിവ് കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശേഷപ്പെട്ട സമ്മാനങ്ങൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടില്ലേ? നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് പോയിട്ട് ലിയാക്കത്തിൻ്റെ വീഡിയോ കാണുന്നത്? പേരോട് അബ്ദുറഹ്മാൻ സഖാഫീൻ്റെ വയല് പരമ്പരയില്ലേ, നിലവിളി വീഡിയോകളില്ലേ, ഖബർ പറഞ്ഞ് പേടിപ്പിക്കലില്ലേ, അബൂബക്കർ കാസിമിയുടെ സ്വർഗ വിവരണമില്ലേ, ഹുറുല്ലീൻ്റെ കഥകളില്ലേ? ഇതൊക്കെ കേട്ട് ഈമാൻ സംരക്ഷിച്ച് പിടിച്ചോളി. നിങ്ങൾ SSFൽ ചേർന്നോളി, SYSൽ ചേർന്നോളി, പിരിവ് കൊടുത്തോളി, പേരോട് ഉസ്താദിന് പിരിവ് കൊടുത്തോളി, AP അബൂബക്കർ മുസ്ലിയാരുടെ മുടിപ്പള്ളിക്ക് സംഭാവന കൊടുത്തോളി. നിങ്ങൾക്ക് നാളെ മേലാക്ക അല്ലാഹു സ്വർഗത്തിൽ അനന്തമായ സ്വർഗം, ബംഗ്ലാവ്, മുത്ത്, അതിനകത്ത് ഹൂറി എല്ലാം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നിലനിർത്തി തരണേ പഠിച്ചോനെ എന്നൊരു പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്കിന്ന് പോവാം. ഫയലുകൾ പറയണം, കേൾക്കണം, ദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം. ദുനിയാവിലെ സ്ഥാനം ചിന്തിക്കല്ലേ. തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആഖിബത്ത് നന്നാക്കി തരണേ പഠിച്ചോരെ, മുത്തഖീകളിൽ ഉൾപ്പെടുത്തണേ പഠിച്ചോരെ, ഈമാൻ നിലനിർത്തി തരണേ പഠിച്ചോരെ. മരണസമയത്ത് ഈമാനിലായി മരിപ്പിക്കാനും സ്വർഗത്തിൻ്റെ സോട്ടോസ് കാണിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താനും നീ തൗഫീക്ക് നൽകണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഉസ്താദ് ഒന്നാണ് ധാരണാണ്. നമുക്ക് ഇലാ ഹലറത്തി റൂഹി നബീന 3 സ്വലാത്തും ചൊല്ലിയിട്ട് നമുക്ക് പിരിയണം. അത് കഴിഞ്ഞിട്ട് ലേലം വിളി വെച്ചിരുന്നു, സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നത്തേക്ക് മാറ്റി. നാശമുണ്ടാക്കണ്ട, ഭീകരവാദിയാകണ്ട, വർഗീയവാദിയാകണ്ട, നീ അല്ലാഹുവിന്റെ ദീനിൽ നാശമുണ്ടാക്കണ്ട, നീ യുക്തിവാദിയാകണ്ട, പുത്തൻവാദിയാകണ്ട, നീ മുത്തഖിയായി ജീവിച്ച് മരിക്കാൻ നോക്കിക്കോ. വലാഖിബത്തുൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖീകൾക്കാണ്. അല്ലാഹുവേ, ആ മുത്തഖീകളിൽ സാധുക്കളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി തരണം റഹ്മാനേ.
ഒന്ന് ഉൾപ്പെടുത്തി കൊടുക്കുക പഠിച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് സമാധാനത്തിൽ കിടന്നുറങ്ങണം. നോക്കൂ നിങ്ങൾ, 313 പേരാണ് ഈ അവസാന നിമിഷത്തിൽ എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി നമ്മളെ പ്രാർത്ഥന ബദരീങ്ങൾ ഏറ്റെടുത്തു. ഈ വയൽ കേട്ടിട്ട് ബക്കറ്റ് പിരിവുണ്ടെന്ന് വിചാരിക്കരുത്. ലേലം വിളി ഇല്ല. ലേലം വിളി നമ്മൾ പിന്നത്തെ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തായാലും പഠിച്ചോൻ ഈ നിലവിളിയും കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്നും പോലെ അതിൽ ഉൾപ്പെടുത്തി കൊടുക്ക്. ഞങ്ങൾക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് സമയം ഒത്തിരി വൈകിയതുകൊണ്ട് ഇന്ന് വേറെ ലേലം വിളിയിലൊക്കെ ഒന്നും കടക്കാതെ നമ്മൾ ഇന്നത്തെ ഈ പ്രാർത്ഥനയോട് കൂടി തന്നെ നമ്മളിത് അവസാനിപ്പിക്കുകയാണ്.